വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു വകുകൂടെ കർത്താവിനെ നോക്കി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടുത്തെ വലിയ വിശ്വസ്തതയ്ക്കായിട്ട് കരുണയ്ക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. അതേ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ ആ കാൽപദത്തെങ്കിൽ വീണ് കുമ്പിടുന്നു. എല്ലാം അവിടുത്തെ പരമാധികാരത്തിലും അവിടുത്തെ അറിവിലും അനുവാദത്തിലുമാണ്. അവിടുന്ന് സർവശക്തനായ ദൈവം, സർവത്തെയും അറിയുന്ന സർവജ്ഞനായ ദൈവം. അവിടുത്തെ മുമ്പാകെ കർത്താവേ, കുശവനോട് കളിമണ്ണിന് എന്തെന്ന് ചോദിക്കാൻ അധികാരമില്ലല്ലോ. അവിടുന്ന് എല്ലാം ഏറ്റവും നന്മയ്ക്കായിട്ട് അവിടുത്തെ ജ്ഞാനത്തിൽ കർത്താവെ അവിടുന്ന് എല്ലാം ഏറ്റവും മനോഹരമായിട്ട് ഉചിതമായിട്ട് കർത്താവെ അവിടുത്തെ സമയത്തെല്ലാം അവിടുന്ന് ഏറ്റവും മനോഹരമാക്കി തീർക്കുന്ന സർവശക്തനായ ദൈവമായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം. ഞങ്ങളതിനെ ഒരു പൂജ്യമായിട്ട് കർത്താവെ സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. കർത്താവെ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകിയായിട്ട് സ്നേഹത്തിൽ നിറച്ചാട്ടെ. അങ്ങേ തന്നെ ഞങ്ങൾക്ക് കേൾക്കണം. അത് കർത്താവെ അവിടുത്തെ ഇമ്പസ്വരം, ആ മൃദുസ്വരം, അത് ആത്മാവിൽ കാഹളധ്വനി പോലെ വ്യക്തതയോടെ കേൾപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ചെവി തുളയ്ക്കപ്പെട്ട ദാസനെന്ന വണ്ണം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കർത്താവെ ആ വചനത്തിൻ്റെ വാളുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ചെവിയെ തുളയ്ക്കണം. കർത്താവെ അവിടുത്തെ ശബ്ദം മാത്രം കേൾപ്പാൻ, അവിടുത്തെ ശബ്ദത്തെ മാത്രം അനുസരിപ്പാൻ ഞങ്ങളുടെ ആത്മീയ ചെവികളെ കർത്താവെ അവിടുന്ന് തുളയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. അങ്ങേ കേൾപ്പാനായിട്ട്, ഞങ്ങളുടെ ഇടയനെ കേൾപ്പാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ചയും ചിന്തിച്ചതുപോലെ ആ ആടുകൾ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ആ ഇടയനെ അനുഗമിക്കുന്നത് പോലെ ആ മഗ്ദലക്കാരത്തി മറിയം യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ഗുരുവേ എന്ന് വിളിച്ചതുപോലെ, റബോനി എന്ന് വിളിച്ചതുപോലെ കർത്താവേ അവിടുത്തെ ശബ്ദം ഞങ്ങളുടെ ആത്മാവിൽ തിരിച്ചറിയുക ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണേ കർത്താവേ. അവിടുത്തെ വചനം കർത്താവേ അത് ജീവനും ചൈതന്യമുള്ള കർത്താവേ, ജീവനുള്ള മന്നയായിട്ട് ഞങ്ങൾക്ക് അങ്ങ് അത് കർത്താവെ അത് പൊഴിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാർക്ക് അവിടുന്ന് വചനം കർത്താവെ അവിടുന്ന് ആ അപ്പം അവിടുന്ന് മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നതുപോലെ ഞങ്ങൾക്ക് അങ്ങേ അധികമായിട്ട് വ്യക്തമായിട്ട് കാണുവാൻ വചനത്തിൽ കർത്താവെ വചനമാകുന്ന കണ്ണാടിയിൽ യേശുവിനെ കാണിച്ച് ഞങ്ങളെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലും അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. നമ്മൾ വെളിപ്പാട് പുസ്തകം വാക്യപ്രതിവാക്യമായിട്ട് ഓൾമോസ്റ്റ് വേർഡ് ബൈ വേർഡായിട്ടൊക്കെ നമുക്ക് മാസങ്ങളായിട്ട് ചിന്തിക്കാൻ ദൈവം സഹായിച്ചല്ലോ. വെളിപ്പാട് പുസ്തകം 15 അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. ഇന്ന് 7-ാമത്തെ വാക്യം മുതൽ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം, യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് ദ്വീപിൽ താൻ ഉപദ്രവത്തിലായിരുന്ന സമയത്ത്, താൻ ട്രിബുലേഷനിലായിരുന്ന സമയത്ത്, താൻ പീഡനത്തിലൂടെ കർത്താവിൻ്റെ സാക്ഷ്യത്തിനായിട്ട് പീഡനത്തിലൂടെ കടന്നു പോകേണ്ടുന്ന സമയത്ത് യോഹന്നാനെ അധികം നുറുക്കി അധികം വെളിപ്പെടുത്തുന്ന ദൈവം നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ കാര്യങ്ങൾ പറഞ്ഞു. നുറുക്കത്തിലൂടെയാണ് വെളിപ്പാടുണ്ടാകുന്നത്, ശിശുക്കൾക്കാണ് വെളിപ്പാടുള്ളത്. അപ്പം യോഹന്നാനെ ദൈവത്തിന് അധികമായിട്ട് ഏറ്റവും ഒരുപക്ഷെ അന്ന് ജീവിച്ചിരിക്കുന്നതിലും വെച്ചും ഏറ്റവും നുറുക്കപ്പെട്ട മനുഷ്യൻ യോഹന്നാനായിരുന്നു. എന്നാൽ വീണ്ടും പല കഷ്ടത്തിലൂടെയൊക്കെ കടത്തിവിട്ട് അവനെ വീണ്ടും നുറുക്കി ദൈവത്തിൻ്റെ അതുപോലുള്ള വലിയ വെളിപ്പാട് സ്വീകരിക്കാൻ തക്കവണ്ണം അവനെ പ്രാപ്തനാക്കിയ ആ ഒരു ദൈവത്തിൻ്റെ കരം. അങ്ങനെ യേശുവിൻ്റെ വെളിപ്പാട് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 2-3 അധ്യായങ്ങളിൽ സഭകളുടെ ദൂതന്മാർക്ക് എഴുതേണ്ടുന്ന ദൂതുകളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു. പിന്നെ 4-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ തുറന്ന വാതിലും അവിടെ പിതാവാൻ ദൈവത്തെ ആരാധിക്കുന്നതും, 5-ാം അധ്യായത്തിൽ പുത്രനാം ദൈവത്തെ ആരാധിക്കുന്നതും, 6-ാം അധ്യായത്തിൽ അന്ത്യകാലത്തുള്ള സംഭവവികാസങ്ങൾ ഓരോരോ മുദ്രയിടപ്പെട്ട പുസ്തകം അതിന് മുദ്രകൾ പൊട്ടിക്കുമ്പോൾ അന്ത്യകാലത്ത് സംഭവവികാസങ്ങൾ നടക്കുന്നതും, 7-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ടുള്ള 144,000 വരെ മുദ്രയിടുന്നതും കർത്താവിൻ്റെ 2ാമത്തെ വരവും, പിന്നെ 8-ാം അധ്യായത്തിൽ 7-ാമത്തെ മുദ്രയോടുകൂടിയുള്ള ഭൂമിയുടെ മേലുള്ള ന്യായവിധി, ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുമൊക്കെ നമ്മൾ 8-9 അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ പുസ്തകം തുറക്കപ്പെട്ട ആ പുസ്തകം യോഹന്നാൻ ഭക്ഷിക്കുന്നതും വീണ്ടും പ്രവചിക്കുന്നതൊക്കെ 11-ാം അധ്യായം മുതൽ വായിക്കുന്നു. അവസാന കാലത്തുള്ള 2 സാക്ഷികളെ കുറിച്ച് വായിക്കുന്നു. 7-ാമത്തെ കാഹളത്തിലെ അവസാനത്തെ കാഹളത്തിലെ കർത്താവിൻ്റെ രാജ്യം വരുന്നു, തുടങ്ങുന്നു, സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുന്നു. 12-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ സന്തതിയായിട്ടുള്ള കർത്താവിനെ ഒടുക്കി കളയാനുള്ള സാത്താൻ്റെ വൃഥാശ്രമങ്ങളെക്കുറിച്ചും അവൻ സഭയ്ക്കും ഇസ്രായേലിനും സഭയ്ക്കും എതിരായിട്ട് തിരിയുന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ 12-ാം അധ്യായത്തിൽ കാണുന്നു. 13-ാം അധ്യായത്തിൽ 2 മൃഗങ്ങളെ നമ്മൾ കണ്ടു. ബീസ്റ്റ് നമ്പർ 1, ബീസ്റ്റ് നമ്പർ 2, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ. പിന്നെ 14-ാം അധ്യായത്തിൽ 144,000 പേര് കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് കണ്ടു. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ നമ്മൾ പറയുന്നത് പോലെ കർത്താവ് നമ്മളോട് ഓരോ സാഹചര്യങ്ങളിലും നാം കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ അവസാനം ഈ സിയോൻ മലയിലുള്ള ആൾക്കാർ 144,000 പേര് കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന അതാണ് നമ്മൾ വായിക്കുന്നത്. 14-1 അവനോടുകൂടെ കുഞ്ഞാടും അവനോടുകൂടെ സ്ലാം വാസ്
ലാംബ് വാസ് സ്റ്റാൻഡിങ് ഓൺ മൗണ്ട് സയൻ ആൻഡ് വിത്ത് ഹിം, കർത്താവിൻ്റെ കൂടെ, ഭൂമിയിൽ അവർ കർത്താവിൻ്റെ കൂടെ ആയിരുന്നതുകൊണ്ട് സ്വർഗത്തിലും നിത്യതയിലും അവർ കർത്താവിൻ്റെ കൂടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരായിട്ട് ആ കൂട്ടത്തിൽ കാണപ്പെടുവാനായിട്ടാണ് നാം വാഞ്ചിക്കേണ്ടത്. എന്തുകൊണ്ട്? നമുക്ക് എന്തോ ഒരു സ്വാർത്ഥപരമായിട്ടുള്ള എന്തോ ഒരു സ്വർഗത്തിലൊരു പൊസിഷന് വേണ്ടിയല്ല, മറിച്ച് കർത്താവിൻ്റെ ആഗ്രഹം അതാ. ഇപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ നമ്മളോട് എപ്പോഴും ഏറ്റവും ചേർന്ന് അവരേറ്റവും നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നാം കർത്താവിനോട് ഏറ്റവും ചേർന്നിരിക്കാൻ വേണ്ടിയ നാം കർത്താവിനോട് ചേർന്നിരിക്കാൻ വേണ്ടിയ കർത്താവ് പിതാവിൽ നിന്ന് വേർപെട്ടത്. അവിടെ ഒരു വലിയ എക്സ്ചേഞ്ച് നടക്കുമായിരുന്നു. നാം നിത്യമായിട്ട് കർത്താവിനോട് ഏറ്റവും ചേർന്നിരിക്കാൻ വേണ്ടി പിതാവിനോട് കർത്താവ് വേർപെട്ടു. ഒരിടത്ത് ഫെലോഷിപ്പ്, ഒരിടത്ത് സെപ്പറേഷൻ. കർത്താവ് ആ സെപ്പറേഷൻ, വേർപാട് സഹിച്ചത് എന്തിനു വേണ്ടിയാണ്? ക്രൂശിൽ ആ വേർപാട് സഹിച്ചതിൻ്റെ പൂർണ്ണ പ്രതിഫലം, കുഞ്ഞാടിന് താൻ ക്രൂശിൽ അനുഭവിച്ചതിൻ്റെ പൂർണ്ണ പ്രതിഫലം കൊടുക്കുന്നവരാണ് ഈ 144,000 പേര്. അവരാണ് കർത്താവിനോട് ഏറ്റവും ചേർന്നിരുന്നത്. അപ്പോൾ ആ ഒരു ക്രൂശിൽ പല എക്സ്ചേഞ്ചിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് മുൾമുടി ധരിച്ചു, നമുക്ക് നീതിയുടെ കിരീടം, മുൾക്കിരീടം ധരിച്ചത് നമുക്ക് നീതിയുടെ കിരീടം, ജീവൻ്റെ കിരീടം തരാൻ വേണ്ടി എന്ന് പറയുന്നത് പോലെ കർത്താവ് വിവസ്ത്രനായി നമുക്ക് നീതിയങ്കിയും കല്യാണ വസ്ത്രമൊക്കെ തരാൻ വേണ്ടി എന്ന് പറയുന്നത് പോലെ കർത്താവ് നിന്ന് സഹിച്ചു നമുക്ക് മഹത്വം നമ്മൾ പ്രാപിക്കേണ്ടതിനായിട്ട് നമ്മൾ പറയുന്നത് പോലെ കർത്താവ് ഇരുട്ടിലായി നമ്മൾ വെളിച്ചത്തെങ്കിലേക്ക്, ജീവൻ്റെ വെളിച്ചത്തിലേക്ക് വരാനെന്നുള്ളത് പറയുന്നത് പോലെ കർത്താവ് നരകം സഹിച്ചു നാം സ്വർഗം അനുഭവിക്കേണ്ടതെന്ന് പറയുന്നത് പോലെ അതുപോലെ അങ്ങനെ കർത്താവ് പാപമായി നമ്മൾ നീതിയാകേണ്ടതെന്ന് നമ്മൾ 2 Corinthians 5:20 വായിക്കുന്നത് പോലെ അങ്ങനെ ക്രൂശിൽ കർത്താവ് വേർപാട്, പിതാവിൽ നിന്ന് വേർപെട്ടു. ആ 3 നാഴിക നേരം ഇരുട്ടിൽ കർത്താവ് എല്ലാവരാലും കൈവിടപ്പെട്ടവനായിട്ട് തൻ്റെ ശിഷ്യന്മാരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തെ കൈവിട്ടിഞ്ഞു പോയി. പിന്നെ പിതാവിനാലും കൈവിടപ്പെട്ടവനായിട്ട് പിതാവ് തൻ്റെ കൂടെ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കറിയാം. യോഹന്നാൻ 16 അവസാനത്തെ 32 വാക്യത്തിൽ നിങ്ങളെല്ലാവരും കൈവിട്ടു പോകും, നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകും, എന്നാലും ഞാൻ ഏകനല്ല, പിതാവിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വലിയ ധൈര്യത്തിൽ കർത്താവ് നിന്ന്. എന്നാൽ ഈ ഗെത്സമനത്തോട്ടത്തിൽ പിതാവും വേർപെട്ടു പോകും എന്നുള്ള യാഥാർത്ഥ്യം കർത്താവ് ആ അതീവ വേദനയോടെ ആ വേദന അനുഭവിച്ച് ദൂതന്മാരൊക്കെ വന്ന് കർത്താവിനെ ശക്തിപ്പെടുത്തി കർത്താവ് ക്രൂസിലേക്ക് പോയി. അവസാനത്തെ 3 നാഴിക നേരം, 6 നാഴിക നേരം ക്രൂസിലുണ്ടായിരുന്നു. 9 മുതൽ രാവിലെ 9 മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി നേരം വരെ, 9 മുതൽ 12 വരെ അവിടെ സൂര്യപ്രകാശം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 12 മുതൽ 3 വരെയുള്ള സമയത്ത് അവിടെ ആ ദേശത്ത് ഇരുട്ടി വ്യാപിച്ചത്. അവിടെ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് പറഞ്ഞ് കർത്താവ് വേർപെട്ടു. നാം കർത്താവിനോട് ചേർന്നിരിക്കേണ്ടതിനായിട്ട് അത് നമ്മളിപ്പം വെളിപാട് 14 വാക്യത്തിൽ വിത്ത് ഹിം 144,000 കുഞ്ഞാടും അവനോട് കൂടെ. ഞാനിന്ന് കർത്താവിനോട് കൂടെയാണോ അതോ ഞാൻ കർത്താവിനെ ഒരു അകലം വിട്ട് പിൻപറ്റുവാണോ? പത്രോസ് അത് ആ രാത്രി ചെയ്ത. പത്രോസ് പിന്നെ മാനസാന്തരപ്പെട്ട് കർത്താവിനെ അതുപോലെ പറ്റിച്ചേർന്ന് പത്രോസ് പിൻചെന്നു. എന്നാൽ പത്രോസ് തള്ളിപ്പറയാൻ കാരണം, കർത്താവിനെ തള്ളിപ്പറയാൻ കാരണം അവൻ അകലം വിട്ട് പിൻചെന്നു. അവൻ പിൻചെന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പിൻചെന്നു, എന്നാൽ ഒരു ഡിസ്റ്റൻസ് വിട്ട്. ഹി വാസ് ഫോളോയിങ് അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് നമ്മൾ ആ വാക്യം അത് വളരെ കറക്റ്റായിട്ട് നമ്മൾ ലൂക്കോസ് 22 നമ്മൾ വായിക്കുന്നുണ്ട്. ആ വാക്യം പെട്ടെന്ന് എടുക്കണമെങ്കിൽ ലൂക്കോസ് 22 നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നുണ്ട്. എന്നാൽ അകലം വിട്ട് പിൻചെല്ലുവാണോ? ലൂക്കോസ് 22:54 അവർ അവനെ പിടിച്ച് മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിൻചെന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ 54 വാക്യത്തിൽ വായിക്കുന്നത്. അതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ മർക്കോസിലും മത്തായിലും വായിക്കുന്നുണ്ട്. അകലം വിട്ട്, ഫോളോയിങ് അറ്റ് എ ഡിസ്റ്റൻസ്. കർത്താവെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് അങ്ങനെ പിൻപറ്റേണ്ട, എനിക്ക് അങ്ങോട്ട് ഏറ്റവും ചേർന്ന്. കർത്താവ് നമ്മളെയും ഡിസ്റ്റൻസ് ചെയ്യുന്നത് എന്ത് ഉള്ളതെന്ന് ചോദിച്ചാൽ പാപം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടം. പാപം എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ വലിയ വ്യഭിചാരമോ കൊള്ളയടിയോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ലോകപ്രകാരമുള്ള വലിയ മ്ലേച്ഛതകളോ അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണില്ല. എന്നാൽ എന്തോ എൻ്റെ ഇഷ്ടത്തെ അങ്ങ് സമ്പൂർണ്ണമായിട്ട് കർത്താവിനെ സമർപ്പിക്കാതെ, കർത്താവിൻ്റെ മുമ്പാകെ അങ്ങ് പൂജ്യമാകാതെ ഞാൻ എൻ്റെ സ്വയബലത്തിലിരിക്കുന്ന ഒരു സ്വയബലം, അത് ആ സ്വയബലമാകുന്ന തിരശ്ശീല, ജഡമാകുന്ന തിരശ്ശീല എന്നെയും കർത്താവിനെയും വേർതിരിക്കുമെന്ന ഞാൻ അവിടെ എന്നെ തന്നെ അങ്ങ് അസുവർണാൽത്താരെ എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുമ്പോൾ അവിടെ ആ തിരശ്ശീല അധികമായിട്ട് ചിന്തപ്പെട്ട് ആത്മാവിൻ്റെ തലത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് ഞാൻ അവിടെ സ്വർഗസിംഹാസനത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കുന്നൊരവസ്ഥയുണ്ടാകും. ആത്മമണവാളിനോട് പറ്റിച്ചേർന്ന്, ആത്മാവിൽ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ കർത്താവിനോട് ഏക ആത്മാവാകുന്നു എന്നൊക്കെയുള്ള 1 Corinthians 6:17 വാക്യം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയും വായിച്ചതുപോലെ കർത്താവിനോട് ചേർന്നിരിക്കാൻ തക്കവണ്ണം നമ്മളെ അകറ്റുന്നതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, ചിലപ്പം ചില ആകുല ചിന്തകളായിരിക്കും. അയ്യോ എന്താവും, അങ്ങനെയൊക്കെയുള്ള ചില പരാതികളോ പെറുപെറുപ്പോ, ചില കയ്പ്, ചിലരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിനെയുള്ള സ്നേഹം,
അല്ലെങ്കിൽ എന്താ മനുഷ്യമാനം തേടുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരെ വിധിക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ തന്നെ നീക്കളവോ വേറെ എന്തെങ്കിലും അശുദ്ധിയോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റി കർത്താവിനോട് ചേർന്നിരിക്കുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ അത് കഴുകി കർത്താവെ അവിടത്തോട് എനിക്ക് ചേർന്ന് അങ്ങനെ കർത്താവിനോട് ചേർന്നിരിക്കുന്നതിനന്ന് 14 അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളെ പോലെ അവരും കർത്താവ് പിൻപറ്റുന്നിടത്ത് കർത്താവ് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കുന്നവരായിട്ട്, ഭൂമിയിലും അനുഗമിച്ചവരും നിത്യതയിലും കർത്താവിനെ നിത്യമായിട്ടും കർത്താവിനോട് കൂടെ ആയിരിക്കുന്നവരായിട്ട് ആയിരിക്കാനും ദൈവം നമ്മളെ ആ കാന്തയായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ 3 ദൂതന്മാരുടെ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ വായിച്ചു. ഭൂമിയിലെ അവിശ്വാസികളെ കൊയ്തെടുക്കുന്ന ആ ഒരു കൊയ്ത്തിനെ കുറിച്ചൊക്കെ നമ്മൾ 14 അധ്യായത്തിന് 14-ാമത്തെ വാക്യം മുതൽ വായിച്ചു. വചനമാകുന്ന അരിവാള് കൊണ്ടുള്ള കൊയ്ത്തിനെ കുറിച്ചൊക്കെ വായിച്ചു. അർമ്മഗദോൻ യുദ്ധത്തിലെ രക്തപ്പുഴയെക്കുറിച്ചൊക്കെ 20-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിച്ചു. പിന്നെ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അവിടെ സ്വർഗത്തിൻ്റെ ഒരു ദർശനം കാണുന്നു. അതായത് നമ്മൾ യോഹന്നാൻ ഈ പുസ്തകം ഭക്ഷിച്ചപ്പം യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ആദ്യം അത് വായിൽ യോഹന്നാൻ വെളിപാട് 10:10 വായിൽ തേൻ പോലെ മധുരമായിരുന്നു, എന്നാൽ വയറ് കഴിച്ചു പോയി. അപ്പം ഗ്രേസ് ആൻഡ് ട്രൂത്ത്, കൃപയും സത്യവും നിറഞ്ഞവനായ യേശു നമ്മുടെ ഇടയിൽ പാർത്തുന്ന യോഹന്നാൻ 1:14 നമ്മൾ വായിക്കുന്ന പോലെ കൃപയുണ്ട് സത്യമുണ്ട് എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപയുടെ ചില ദർശനങ്ങൾ എന്ന വണ്ണം സ്വർഗത്തിൻ്റെ ചില ദർശനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലിംസസ് വെളിപാട് പുസ്തകത്തിൽ കാണുന്നു. അതിനുശേഷം ഓൾട്ടർനേറ്റിംഗ് വിത്ത് ദാറ്റ് വുഡ് ബി ദി ഗ്ലിംസസ് ഓഫ് ജഡ്ജ്മെൻറ്റ്. എല്ലാം അങ്ങ് ഫുള്ള് ജഡ്ജ്മെൻറ്റ് ഫുള്ളങ്ങ് കൃപയായാൽ നമ്മൾ ഡെസ്പായി പോകും. അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളങ്ങ് ഓവർ എക്സൈറ്റഡ് ആയി പോകും. പക്ഷേ അങ്ങനെ അതീവ നമ്മളങ്ങ് കൂടുതൽ ആ ഒരു എക്സൈറ്റഡ് ആയി പോകാം. എന്നാൽ അതിൻ്റെ ഒരു ബാലൻസ് കൃപ, അതായത് സ്വർഗത്തിലെ ആരാധനയുടെ ദൃശ്യങ്ങളും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവരുടെ കാര്യങ്ങളും, എന്നാൽ പിന്നെ ജഡ്ജ്മെൻറ്റ്. നമ്മൾ വെളിപാട് ദിവസം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ദർശനങ്ങൾ അല്ലെങ്കിൽ ഗ്ലിംസസ് കാണുന്നുണ്ട്. ഇപ്പം 14-ാം അധ്യായത്തിന് അവസാനം നമ്മൾ ആ ഒരു ന്യായവിധിയുടെ വളരെ കഠോരമായൊരു മുഖം നമ്മൾ കാണുന്നു. എന്നാൽ 15-ാം അധ്യായം ആകുമ്പോഴത്തേക്കും അവിടെ ഈ കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ മുമ്പാകെ സിംഹാസനത്തിൽ ആ പളക് കടലിൻ്റെ മീതെ ദൈവജന വീണകളുമായിട്ട് പാടുന്ന ആ ജയാളികളെ നമ്മളവിടെ കാണുന്നുണ്ട്. ആ ജയാളികളെന്ന് 14-ാം അധ്യായത്തിന് ആദ്യത്തെ 5 വാക്യങ്ങളിലുള്ള ജയാളികൾ തന്നെയാണ് ഇവിടെ 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലും പളങ്ക് കടൽ, അത് ഗ്ലാസ് പോലെയുള്ള കടൽ, ഗ്ലാസിൻ്റെ കടൽ, തീ കലർന്ന പളങ്ക് കടൽ, അത് കൃപയും സത്യവും എന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ തീക്ഷ്ണതയെ കുറിക്കുന്ന തീയുണ്ട്, എന്നാൽ അത് കടൽ പോലെ പളങ്ക് കടൽ പോലെ ശാന്തമാണ്. അത് കർത്താവിൻ്റെ കൃപയെ, സ്നേഹത്തെ, ടെൻഡർ ആട്രിബ്യൂട്ട്സിനെ കുറിക്കുന്നതായിട്ട്, മൃദുവായിട്ടുള്ള കർത്താവിൻ്റെ കരുണയും മനസ്സിലഭിനയിക്കുന്ന കർത്താവിൻ്റെ തീക്ഷ്ണത, കാർക്കശ്യം, പാപത്തിനും പാരമ്പര്യത്തിനും ഒക്കെ എതിരായിട്ടുള്ള കർത്താവിൻ്റെ ആ ഒരു തീക്ഷ്ണതയൊക്കെ കുറിക്കുന്നതായിട്ട് തീ കലർന്ന പളങ്ക് കടലിന് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. അങ്ങനെ നമ്മളും ജയിക്കുമ്പോഴാണ് നമ്മുടെ ജഡത്തെ, ലോകത്തെ, പിശാചിനെ, അങ്ങനെ പാപത്തെ ജയിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഈ പളങ്ക് കടലിൻ്റെ മീതെ നിൽക്കുവാൻ ഇടയാക്കുന്നത്. നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ ജയിക്കുന്നു. അപ്പോൾ ആ ജയിക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ പളങ്ക് കടലിൻ്റെ മീതെ നിന്നാലേ നമുക്ക് ജയിക്കാനും പറ്റുള്ളൂ. ചില വലിയ സമാധാനത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ തന്നെ നമ്മൾ പളങ്ക് കടലിന് മേലെയാണ്. അങ്ങനെ ജയിച്ച് പളങ്ക് കടലിൻ്റെ മീതെ വീണകളുമായിട്ട് അവിടെ കർത്താവിൻ്റെ വീണകൾ ഏന്തി നിൽക്കുന്നതിനെ കുറിച്ച് ആ 3 വാക്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. ഹോൾഡിങ് ഹാർപ്സ് ഓഫ് ഗോഡ് എന്നുള്ള ആ ഒരു 3 വാക്യങ്ങൾ, അത് വെളിപാട് 5:8 24 മൂപ്പന്മാരും, വെളിപാട് അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട വാക്യമാണ് 5:8 വാക്യത്തിൽ അവർ ഓരോരുത്തൻ വീണയും പിടിച്ച്, അതായത് വാങ്ങിയപ്പോൾ 4 ജീവികളും, വെളിപാട് 5:8 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും ധൂപവർഗ്ഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. അപ്പം ആ 24 മൂപ്പന്മാരും 4 കെരൂബുകളും ഒക്കെ അവർക്കുള്ള അതേ വീണ, സ്വർഗീയമായ ദൈവത്തിൻ്റെ വീണകൾ ഏന്തുവാനായിട്ട് ആരും ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. ആ സ്വർഗീയമായ സംഗീതം പരിശീലിച്ചവരാണ് ഈ 144,000 പേര്. 14-ാം അധ്യായത്തിന് 5:8 നമ്മൾ വായിച്ചു. 14-ന്റെ 2-ാമത്തെ വാക്യത്തിലും വാണികമനാർ വീണമിട്ടുന്നത് പോലെ ആയിരുന്നു. അവർ ആ സ്വർഗീയ സംഗീതം അഭ്യസിച്ചു. ഓരോ സമയത്തും ഇപ്പോൾ സംഗീതം അഭ്യസിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കീബോർഡോ ഗിറ്റാറോ വയലിനോ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകൻ വരുമ്പോൾ ഉഴപ്പുന്ന പിള്ളേർ
10 വർഷം കഴിഞ്ഞിട്ട് അവരൊന്നും പഠിക്കത്തില്ല. എന്നാൽ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് നിങ്ങൾ പിക്കപ്പ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോ സംഗീത ക്ലാസ്സുകളും ഓരോ പരീക്ഷകൾ, പ്രലോഭനങ്ങൾ, പ്രതിസന്ധികളിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പം അവിടെ പരാതിയുടെയും പിറുപിറുപ്പിൻ്റെയും ഒരു അവസരമല്ല, മറിച്ച് ആ സമയത്തും നമ്മെ തന്നെ ക്രൂശിൽ ഏൽപ്പിച്ച് നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിച്ച് കർത്താവിൻ്റെ ആശ്വാസത്താലും സമാധാനത്താലും ഒക്കെ നിറഞ്ഞ് കർത്താവിൻ്റെ സ്തോത്രത്താലും നന്ദിയാലും പരിശുദ്ധാത്മാവിൻ്റെ നന്ദിയാലും സ്തോത്ര സംഗീതം പാടുവാനും കർത്താവ് നമ്മളെ പരിശീലിപ്പിക്കും ഓരോ സമയത്തും. അപ്പം ആദ്യമൊക്കെ പാടുമ്പോൾ ചിലപ്പം ഓഫ് ബീറ്റും കറക്റ്റ് പിച്ചും ഒന്നും ആയിരിക്കത്തില്ല, ടെമ്പോ ഒക്കെ കൂടിയും കുറഞ്ഞും ഒക്കെ പോകും, ചിലപ്പോൾ പിച്ചൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ പോകും, ശ്രുതി ചേരത്തില്ല, സംഗതി കറക്റ്റായിട്ട് വരത്തില്ല. എന്നാൽ കർത്താവ് നമ്മളെ ഓരോരോ ഫൈൻ ട്യൂൺ ചെയ്ത് പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയത്തിലെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് എന്ന് നമ്മൾ 2 കൊരിന്ത്യർ 7:1 നമ്മൾ വായിക്കുന്നത് പോലെ ആത്മാവിലെയും ജഡത്തിലെയും കൽമഷങ്ങളെയൊക്കെ നീക്കി കുറച്ചുകൂടെ ഹെവൻലി പിച്ചിൽ പാടുവാൻ, സ്വർഗീയമായ കർത്താവ് പ്രതികരിച്ചതുപോലെ കാര്യങ്ങളെ നോക്കിക്കാണുവാൻ അതേ മനോഭാവത്തോടെ, യേശുവിലുള്ള അതേ മനോഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഫിലിപ്പ് 2:5 നമ്മൾ വായിക്കുന്നു. അതിൽ നാം ആ ഹൃദയത്തിൻ്റെ പരമാർത്ഥത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന വാക്കുകളാവട്ടെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, അതിലെല്ലാം ആ ഒരു സ്വർഗീയ സംഗീതം വരും അവരുടെ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മളിപ്പം വെളിപാട് 14:2 വായിച്ചതുപോലെ ഞാൻ കേട്ട ഘോഷം, അല്ലെങ്കിൽ ദ വോയിസ് വിച്ച് ഐ ഹേർഡ്, വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെയായിരുന്നു. ഹാർപ്പിസ്റ്റുകൾ, വീണ വായിക്കാൻ അറിയാവുന്നവരാ, വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെയുള്ള ഒരു ശബ്ദത്തോടെയുള്ള സംഗീതമായിരുന്നു അത്. ലെറ്റ് ഇറ്റ് ബി എ സ്വീറ്റ് സ്വീറ്റ് സൗണ്ട് ഇൻ യുവർ ഇയർ എന്നൊക്കെ നമ്മളൊരു പാട്ടിൽ പാടുന്നത് പോലെ നമ്മളുടെ വർത്തമാനമാവട്ടെ, നമ്മൾ ചെയ്യുന്ന ജോലിയാകട്ടെ, നമ്മളുടെ ശുശ്രൂഷയാകട്ടെ, നമ്മളുടെ പാട്ടാകട്ടെ, നമ്മുടെ പ്രാർത്ഥനയാകട്ടെ, നമ്മളുടെ ജീവിതം തന്നെ കർത്താവിനൊരു ഓഫറിംഗ് ആയിട്ട് കൊടുക്കുമ്പോൾ കർത്താവിന് അതൊരു സ്വീറ്റ് സൗണ്ടായിട്ട് കേൾക്കുമെന്നൊക്കെ വേണം. അങ്ങനെ ആ സ്വർഗീയ വീണ. അപ്പം നമ്മൾ വെളിപാട് 5:8, 14:2, പിന്നെ 15:2 ഈ ദൈവത്തിൻ്റെ വീണകൾ എന്നുള്ള ആ വാക്ക്, വീണ, ഹാർപ്പ് എന്നുള്ള ആ വാക്ക് 3 വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടേ. ആ 3 വാക്യങ്ങൾ ഞാൻ പറഞ്ഞത് 5:8, 14:2, 15:2. അങ്ങനെ അവർ കുഞ്ഞാടിൻ്റെ പാട്ടും അവർ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും എന്ന് പറയുമ്പം പഴയ നിയമത്തിൻ്റെ ആളാണ് മോശ, കുഞ്ഞാടിൻ്റെ പാട്ട് പുതിയ നിയമത്തിൻ്റെ ആ ഒരു അർത്ഥത്തിലും. പിന്നെ ആ ഒരു മോശയുടെ പാട്ടിലുള്ള ആ ഒരു സിഗ്നിഫിക്കൻസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അവിടെ ദൈവമാണ് പ്രതികാരം ചെയ്യുന്നത്. മോശ ജസ്റ്റ് വടി ഉയർത്തുന്നു, പിന്നെയും വടി ഉയർത്തുന്നു, ചെങ്കടൽ പിളർക്കുന്നു, അവിടെ കുതിരമേലുള്ള രഥത്തിന്മേലുള്ള ആ വലിയ രഥിവീരന്മാർ. ഞാൻ അന്ന് കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച ആ വെളിപാട് 15:4 വായിച്ചപ്പം മലയാളം ബൈബിളിലുള്ളത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ എന്ന് ഞാനത് സംശയിച്ചായിരുന്നു. പിന്നീട് ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, രഥിവീരന്മാർ എന്നുള്ളൊരു വാക്ക്, രഥി എന്നുള്ളൊരു വാക്ക്, ഞാൻ ആ വെളിപാട് 15:4 വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനൊരു വാക്ക്, തേരാളി അല്ലെങ്കിൽ രഥം ഓടിക്കുന്നയാളെന്നുള്ള അർത്ഥത്തിൽ രഥി എന്നുള്ളൊരു വാക്ക് നമുക്ക് നമ്മുടെ സാധാരണ മലയാളികൾക്കൊന്നും പരിചയമില്ലാത്ത വാക്കായിരിക്കാം, എങ്കിൽ പോലും അങ്ങനെ ഒരു വാക്ക് മലയാളത്തിലുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ തന്നെ. അതായത് വെളിപാട് 15:4 ഫറവോൻ്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു, അവൻ്റെ രഥിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ രഥത്തിൻ്റെ പ്രവരന്മാരായിരിക്കും, പക്ഷേ രഥിപ്രവരന്മാർ തന്നെയാണ് കറക്റ്റ് വാക്ക്. രഥി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രഥം ഓടിക്കുന്നയാൾ, അതായത് തേരാളി എന്നുള്ള അർത്ഥത്തിൽ. അവിടെ പ്രവരന്മാർ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാർ. അപ്പം ചോയ്സസ്റ്റ് ഓഫ് ഹിസ് ഓഫീസേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. വേറെ മലയാളം പരിഭാഷകളിലൊക്കെ അതിനെ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ സത്യവേദ പുസ്തകത്തിൻ്റെ പരിഭാഷയിൽ കുറച്ചുകൂടെ ഇതിന് കട്ടിയുള്ള മലയാളമാണ്. ചില ഏറ്റവും ചോയ്സസ്റ്റ് ആയിട്ടുള്ള രഥം ഓടിക്കുന്ന ആൾക്കാർ ഒക്കെ അവിടെ ചെങ്കടലിൽ മുങ്ങിപ്പോയി എന്ന് അവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം അത് കഴിഞ്ഞ ആഴ്ച അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചെങ്കിൽ അത് പറയാൻ വിട്ടുപോയായിരുന്നു. അപ്പം കാര്യം ഒന്ന് പറഞ്ഞു തീർത്തതാണ്. പിന്നെ നമ്മൾ അവർ പാട്ട് പാടുന്നതിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നു, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് പറയുന്നു. നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുന്നു, പിന്നെ ആ പ്രവൃത്തികൾ കണ്ട് ചിലർ മാത്രം കുറച്ചുകൂടെ ആഴത്തിലേക്ക് ചെന്ന് കർത്താവിൻ്റെ വഴികൾ പറയുന്നു. ചിലർ പ്രവൃത്തികൾ കണ്ടങ്ങ് വിസ്മയിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവം എൻ്റെ ജീവിതത്തിൽ ആ അത്ഭുതം ചെയ്തു, ഈ അത്ഭുതം ചെയ്തു, അവരുടെ സാക്ഷ്യം മൊത്തവും ദൈവം അത്ഭുതം ചെയ്തു, ദൈവം വിടുവിച്ചു. അത് തെറ്റായിട്ടുള്ള കാര്യമില്ല, നല്ല കാര്യം തന്നെ. ദൈവം ചെയ്തു, അത് ദൈവത്തിന് മഹത്വം കൊടുക്കണം തീർച്ചയായിട്ടും. എന്നാൽ ദൈവം ചെയ്ത ആ ഒരു ഭൗതികമായിട്ടുള്ള അത്ഭുതങ്ങളെക്കാട്ടിലെല്ലാം ഉപരി ആ കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല, ദൈവത്തിൻ്റെ ആ വഴികൾ, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ വഴികളെ അറിയുന്നവർ. അത് നമ്മൾ ആ സങ്കീർത്തനം 103:7 നമ്മളത് കണ്ടു. മോശയ്ക്ക് ഇസ്രായേൽ മക്കൾ പ്രവർത്തികൾ കണ്ടു, മോശ ദൈവത്തിൻ്റെ വഴികളെ അറിഞ്ഞു.
ഇസ്രായേൽ മക്കളുടെ പ്രവർത്തികൾ കണ്ടു. അവർ ചെങ്കടൽ പിളർന്നു, ഞങ്ങൾക്കായിട്ട് മന്ന പൊഴിച്ചു തന്നു, ഞങ്ങൾക്ക് കാടപ്പക്ഷികളെ കിട്ടി, ഞങ്ങളുടെ വസ്ത്രം തേഞ്ഞു പോയില്ല, ചെരുപ്പ് തേഞ്ഞു പോയില്ല, ഞങ്ങൾക്ക് ഒത്തിരി അത്ഭുതങ്ങളുണ്ട്, ഞങ്ങൾക്ക് മാറായി മധുരമാക്കി. എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ, ദൈവം ചെയ്ത കാര്യങ്ങൾ തന്നെ നല്ല കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് അതിന് ഉപരിയായിട്ട് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയുന്ന, മോർ ദാൻ ദ ഗിഫ്റ്റ്സ് ദ ഗിവർ. വൺസ് ഇറ്റ് വാസ് ദ ഗിഫ്റ്റ്സ് ദാറ്റ് ഐ വാണ്ടഡ്, നൗ ഇറ്റ് ഈസ് ദ ഗിവർ ഓൺ എന്നൊക്കെ പറഞ്ഞ് AB സിംസൺ എഴുതിയ ഒരു പാട്ടൊക്കെ നമ്മുടെ ഇടയ്ക്ക് പാടിയിട്ടുണ്ട്. വൺസ് ഇറ്റ് വാസ് ദ ബ്ലെസ്സിങ്, നൗ ഇറ്റ് ഈസ് എ ബ്ലെസ്സഡ് വൺ. വൺസ് ഇറ്റ് വാസ് ദ ഗിഫ്റ്റ്സ്. ഇപ്പം ഒരു അച്ഛനും അമ്മയും ഓഫീസിൽ നിന്ന് വരുമ്പോൾ കൊച്ചു പിള്ളേർ ആ അച്ഛൻ എന്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു, ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു, ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു, എനിക്ക് കളിപ്പാട്ടം വാങ്ങിച്ചുകൊണ്ട് വന്നു, ആ കാര്യം അച്ഛന് എന്ത് ഗിഫ്റ്റ് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യത്തിൽ കൊച്ചു പിള്ളേരുടെ ചൈൽഡിഷ് നേച്ചർ. എന്ന് കുറച്ചുകൂടെ പ്രായമായിട്ടുള്ള 10-25 വയസ്സുള്ള ഒരു മകനുണ്ടെങ്കിൽ ആ മകനും അച്ഛനേക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഈ മകൻ്റെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ടോ എന്ന് നമ്മളൊന്ന് സംശയിക്കുക. അല്ലെങ്കിൽ ആ ബുദ്ധി മെച്ചുറായിട്ടുള്ള മകൻ അച്ഛൻ്റെ ജോലി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഓഫീസിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് പോകുന്നു, അച്ഛൻ്റെ ബിസിനസ് എങ്ങനെ പോകുന്നു, അതിൽ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, എൻ്റെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളുണ്ടോ, അതാ ഒരു മെച്ചുറായിട്ടുള്ളൊരു മനുഷ്യൻ ആ അച്ഛൻ്റെ ഹൃദയത്തിൻ്റെ ആ വികാരങ്ങളെയും കൂടെ അറിഞ്ഞ്. മറ്റേത് ആ ഗിഫ്റ്റുകൾ, പ്രവൃത്തികൾ, അതൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ബോണസ് കിട്ടണം, അത് കിട്ടണം, ഇത് കിട്ടണം, ദൈവത്തിൽ നിന്ന് കുറച്ച് അനുഗ്രഹങ്ങൾ കിട്ടണം, എന്നാൽ അതിലുപരി ദൈവത്തെ തന്നെ എനിക്ക് വേണം എന്ന് പറയുന്നത് ആ വഴികളെ അറിയുന്നത്. ഇപ്പം നമ്മളത് ആ കുഞ്ഞാടിൻ്റെ പാട്ടിനകത്ത് ആദ്യം പ്രവൃത്തികളെക്കുറിച്ച് പാടുന്നു, എന്നാൽ അവിടെ കൊണ്ട് നിർത്തുന്നില്ല ഇവർ. എന്നാൽ വഴികളെയും അറിയുന്നവരാണ് ഈ പാട്ട് പാടുന്നവർ. പ്രവൃത്തികൾ മാത്രം അറിയുന്നവരെ ഈ പാട്ട് പാടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതാ അതിൻ്റെ ഒരു കാര്യം. അതാ നമ്മൾ മൂന്നാമത്തെ ഭാഗത്ത് സർവശക്തി ദൈവമായ കർത്താവേ നിൻ്റെ പ്രവൃത്തികൾ 15:3 നിൻ്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതമായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളും വിടുതലുകളും എല്ലാം നല്ല കാര്യം തന്നെ. അത് കഴിഞ്ഞിട്ട് എന്നാൽ അവിടെ നിൽക്കുന്നില്ല. സർവ്വജാതികളുടെ രാജാവേ, സർവശക്തിയുള്ള ദൈവം, എല്ലാം ചെയ്യുന്നവൻ, എല്ലാം ശക്തിയുള്ളവൻ, ഓൾമൈറ്റി ഗോഡ് എന്നുള്ള പാൻറ്റാക്രറ്റോർ എന്നുള്ള 10 തവണ പുതിയ നിയമത്തിൽ വരുന്നതിൽ ഒരു തവണ നമ്മളിപ്പോൾ ഇവിടെ 15 വായിച്ചു. സർവശക്തിയുള്ളവൻ, ഓൾമൈറ്റി എന്നുള്ള ദൈവത്തിൻ്റെ വിശേഷണം. എന്നാൽ അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ദൈവത്തിന് എല്ലാം ചെയ്യാൻ സാധിക്കും. കർത്താവിനെ സൗഖ്യമാക്കാനും വിടുവിക്കാനും എല്ലാം സാധിക്കും. എന്നാൽ ചില സമയത്ത് കർത്താവ് സൗഖ്യമാക്കാതെയും വിടുവിക്കാതെയും ഒക്കെ ഇരിക്കും. അവിടെ എന്ത് സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിലും കർത്താവിൻ്റെ വഴികളെ അറിയുന്ന സർവ്വജാതികളുടെയും രാജാവെ, എല്ലാ ജാതികളെയെല്ലാം നിയന്ത്രിക്കുന്ന രാജാവിൻ്റെ വഴികൾ നീതിയും സത്യമുള്ളവ. ചിലപ്പം നമ്മൾ വിചാരിച്ചോണ്ടൊക്കെ ചിലപ്പം വലിയ അത്ഭുതമോ വിടുതലോ ഒന്നും കിട്ടിയില്ല. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. ചിലപ്പോൾ നമ്മളുടെ ഉത്തരം കിട്ടിയില്ലെന്ന് പറയുമ്പോൾ ദൈവം ഒരു പക്ഷേ ഉത്തരവുണ്ട്, എന്താ ഉത്തരം പക്ഷേ ചിലപ്പം നോന്നായിരിക്കും, ചിലപ്പം ഒന്ന് വെയിറ്റ് ചെയ്യാനായിരിക്കും. ട്രാഫിക് ലൈറ്റിൻ്റെ പല സിഗ്നൽസ് പോലെ ചിലപ്പം ഗ്രീൻ ആയിരിക്കും. അത്ഭുതമുള്ള പ്രവർത്തികൾ, നല്ല കാര്യം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഉത്തരവായിരിക്കും ചില രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വെളിപാട് 15 3-ാമത്തെ വാക്യത്തിൻ്റെ ലാറ്റപ്പാട്ട് കൊണ്ട് നിൻ്റെ വഴികൾ ചിലപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ച കണക്കുള്ള ഉത്തരങ്ങളൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും കർത്താവേ അത് നീതിയുള്ളവയാണ്, സത്യമുള്ളവയാണ് എന്ന് അവരുടെ ജീവിതത്തിലൂടെ അവർ സാക്ഷിച്ച് അവരെന്ന് അവിടെ പാടുന്നു നിത്യതയിൽ എന്ന്. അപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ കർത്താവിൻ്റെ ന്യായവിധി നടക്കാൻ പോവുകയാണ്. ന്യായവിധി നടക്കാൻ പോകുമ്പോഴും ദൈവം ആണ് ന്യായം വിധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നീതിയോടെ സത്യത്തോടെ ഈ കാര്യങ്ങളെല്ലാം അവിടുത്തെ വഴികൾ ഞങ്ങൾ അറിഞ്ഞവരാണ്. ആ ജീവനുള്ള വഴിയാകുന്ന കർത്താവിനെ തന്നെ ഞങ്ങൾ അറിഞ്ഞവരാണ്. അതുകൊണ്ട് അവിടുന്ന് ചെയ്യുന്ന ന്യായവിധികളും നീതിയുള്ളവയാണ്. അവിടുന്ന് അൺഫെയറായിട്ട് അല്ലെങ്കിൽ അനീതിയോടെ ഒന്നും ചെയ്യുകയില്ല, അവിടുന്ന് മുഖപക്ഷത്തോടെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപിക്കുവാൻ യോഗ്യരായിട്ടുള്ളവർ ഈ 144,000 പേര് ഈ ശേഷിപ്പാണ്. നമ്മളും ഈ കർത്താവിൻ്റെ പ്രവൃത്തികളെയും അതിലുപരി കർത്താവിൻ്റെ വഴികളെയും അറിയുന്നവരാണെങ്കിൽ നമുക്കും അന്ന് ആ പാട്ട് പാടാൻ സാധിക്കും. നമ്മൾ ആ പാട്ട് പാടുന്നവരാണെങ്കിൽ അന്ന് പാടാൻ പറ്റത്തുള്ളൂ. നമ്മൾ എന്തിനു പറഞ്ഞത്, ഒരു വലിയ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഒരാൾ വന്ന് പറയും എനിക്കും കൂടെ ആ പാട്ട് പാടണം. അപ്പം പറയൂല്ല, ഇവർ ഒത്തിരി കൊയർ പ്രാക്ടീസ് 10 മാസമായിട്ട് ഇവർ പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പം പാടാൻ പോകുന്നത്, നിങ്ങളിപ്പം ചെന്നങ്ങ് പാടിയാൽ ശരിയാവത്തില്ല എന്ന് പറയുന്നതിൽ നമ്മൾ നിത്യതയിൽ ഈ പാട്ടെല്ലാം കൊടുക്കുമ്പോൾ ഞങ്ങൾക്കും കൂടി ചെന്ന് പാടണം. നിങ്ങൾക്ക് ഒത്തിരി ചാൻസ് ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി പാട്ട്. കൊയർ പ്രാക്ടീസിന് വാ സൂം മീറ്റിങ്ങിന് കയറ് മീറ്റിങ്ങിന് വന്ന് എന്ന് ഈ നമ്മളെ സഹോദരങ്ങൾ നമ്മളെ വിളിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ പല കൊയർ പ്രാക്ടീസിന് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കൊയർ പ്രാക്ടീസ് പോയി എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് അത് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം, അത് ചെയ്യണം, എനിക്ക് ഈ പ്രാക്ടീസിനൊന്നും നേരമില്ല. പക്ഷെ അവസാനം ഫൈനലി പാട്ട് പാടുമ്പോൾ നമ്മൾ വായും പൊളിച്ചിരിക്കും, അയ്യോ എനിക്കും കൂടെ ആ കൊയർ പ്രാക്ടീസിന് അന്ന് പോയി പഠിച്ചായിരുന്നെങ്കിൽ എനിക്കും കൂടെ അവിടെ നിന്ന് പാടായിരുന്നല്ലോ
അന്ന് നമ്മൾ നിരാശരാകാതിരിക്കട്ടെ. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഈ പാട്ട് പഠിക്കുന്നവരായിട്ട് കർത്താവിനോടുള്ള ഒരു സ്തോത്രത്തോടെ ഒരു സ്തോത്ര സംഗീതത്തോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ കർത്താവിനെ ഹൃദയം കൊണ്ട് പാടി ആത്മാവിൽ പാടുന്ന കാര്യമൊക്കെ നമ്മൾ എഫേസ്യർ 5:19-20 വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെ അവർ നാലാമത്തെ വരി, അതായത് 15:4, കർത്താവിൻ ആരും നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും, നീയല്ലോ ഏകപരിശുദ്ധൻ, കർത്താവാണ് ഏകപരിശുദ്ധൻ. അവിടുത്തെ ന്യായവിധികൾ വെളിവായിട്ട് വന്നതുകൊണ്ട് സകല ജാതികളും വന്ന് അവിടുത്തെ തിരുസന്നിധിയിൽ നമസ്കരിക്കും. അത് സഹസ്രാബ്ദ വാഴ്ചയിലൊക്കെ അത് ലിറ്ററലായിട്ട് നടക്കും. അവിശ്വാസികളും എല്ലാം അന്ന് കർത്താവിൻ്റെ മുമ്പാകെ വന്ന് വണങ്ങും, എല്ലാം മുട്ടും മടങ്ങും, എല്ലാം നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഇന്ന് 1000 വർഷക്കാലത്തിന് ശേഷം സാത്താനെ തുറന്നു വിടുമ്പോൾ, സാത്താനെ അഗാധ കൂപത്തിൽ നിന്ന് തുറന്നു വിടുമ്പോൾ അവരും സാത്താൻ്റെ കൂടെ വഞ്ചിക്കപ്പെടുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപ്പാട് 20-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ 5-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇതിന് ശേഷം സ്വർഗത്തിലെ സാക്ഷികൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിലെ സാക്ഷികൂടാരമായ സ്വർഗസിംഹാസനവും അവിടെ ഒരു ആലയം, ആക്ഷരികമായിട്ടുള്ളൊരു ആലയമല്ല, കുഞ്ഞാടും, അതായത് ദൈവവും കുഞ്ഞാടും തന്നെയാണ് സ്വർഗത്തിലെ ആലയം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 21-ാമത്തെ വാക്യത്തിൽ മന്ദിരം അതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 21-22 കാണുന്നുണ്ട്. അപ്പം അവിടെ സ്വർഗത്തിലെ സാക്ഷികൂടാരം തുറന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആലങ്കാരികമായ ഭാഷയിൽ അവിടെ പറയുവാണ്. അതായത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം, ആ മഹത്വം കൂടുതൽ വെളിവായിട്ട് വന്നു എന്നുള്ളൊരു കാര്യം അവിടെ ആലങ്കാരിക ഭാഷയിൽ പറയുവാണ്. അപ്പം ആ സ്വർഗത്തിലെ സ്വർഗത്തിലെ ആ സാക്ഷികൂടാരം അത് നമ്മൾ ഈ എബ്രായർ 9:24 പലപ്പോഴും നമ്മൾ പാസിംഗായിട്ട് ഞാൻ റെഫർ ചെയ്യാറുള്ളൊരു വാക്യമാണ്. എബ്രായർ 9:24 എന്താണ് ഈ അതിവിശുദ്ധ സ്ഥലം എന്നുള്ളൊരു കാര്യം എബ്രായർ 9:24 ക്രിസ്തു വാസ്തവമായതിന് പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, അതായത് യേശു ക്രിസ്തു മെൽക്കിസദേക്കിന് ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായിട്ട് കർത്താവ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കർത്താവ് കടന്നുപോയി എന്ന് പറയുമ്പോൾ, ആ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലെ പാപപ്രായശ്ചിത്ത നാളിൽ, ഡേ ഓഫ് അറ്റോൺമെൻറ്റിൽ വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ അഹരോനും പിന്നെ അഹരോൻ്റെ പിന്തുടർച്ചാവകാശികളായിട്ട് വന്നിരുന്ന മഹാപുരോഹിതന്മാരും ഒക്കെ ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, സമാഗമന കൂടാരത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ സൊളോമൻ ദേവാലയത്തിൽ പിന്നീട് പണിയപ്പെട്ട ദേവാലയത്തിലേക്ക് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് അവർ ആണ്ടിലൊരിക്കൽ മൃഗങ്ങളുടെ രക്തവുമായിട്ട്, തളിക്കപ്പെട്ട രക്തവുമായിട്ട് അവർ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് പോലെ കർത്താവ് ദേവ്യപുരോഹിത വർഗത്തിലല്ല, മറിച്ച് അതിലും മേലെയുള്ള മെൽക്കിസദേക്കിന് ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായിട്ട് കർത്താവ് സ്വന്തം രക്തവുമായിട്ട് കർത്താവ് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചത് കൈപ്പണിയായിട്ടുള്ള പ്രതിബിംബമായിട്ടുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്കല്ല എന്ന 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പിന്നെ എങ്ങോട്ടാ? ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്ര പ്രവേശിച്ചത്. അപ്പം ഈ യഥാർത്ഥത്തിലുള്ള അതിവിശുദ്ധ സ്ഥലം എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗം തന്നെയാണ്. ആ സ്വർഗം, കർത്താവിൻ്റെ സാന്നിധ്യം, മൂന്നാം സ്വർഗം അല്ലെങ്കിൽ പർദീസ, അത് തന്നെയാണ് ഈ അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലം സമാഗമന കൂടാരത്തിൽ അതിൻ്റെ ഒരു പ്രതീകം മാത്രമായിരുന്നു. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം സ്വർഗം തന്നെയാണ്. സ്വർഗത്തിലേക്കാണ് കർത്താവ് പ്രവേശിച്ചത്. അതാണ് നമ്മൾ 4-ാം അധ്യായത്തിന് എബ്രായർ 4:15 വാക്യത്തിലും നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. അതിൻ്റെ 14-ാമത്തെ വാക്യം 4:14, എബ്രായർ 4:14 ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ഹു ഹാസ് പാസ്ഡ് ത്രൂ ദ ഹെവൻസ് ഓർ പാസ്ഡ് ഇൻ ടു ദ ഹെവൻസ് എന്നാണ് ത്രൂ എന്നുള്ളൊരു വാക്ക് അവിടെ ഇൻറ്റു, KJV-യിലൊക്കെ ഇൻറ്റു എന്നാണ് ആ വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആകാശത്തിലൂടെ കടന്നുപോയി എന്ന് പറയുമ്പോൾ ശരിയാണ്, കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോയി. എന്നാൽ സ്വർഗത്തിലേക്ക് കടന്നുപോയ എന്നുള്ളൊരു അങ്ങനെ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. ആ ഒരു പാസ് ത്രൂ ദ ഹെവൻസ്, യേശു സ്വർഗത്തിലേക്ക് കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി എന്ന്
എന്നതാണ് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ നമുക്ക് പറയാം. KJV പാസ്റ്റ് ഇൻ ടു ദ ഹെവൻസ് എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ കടന്നുപോയതിൻ്റെ ഒരു കാര്യമായിട്ടാണ് ഇവിടെ സ്വർഗത്തിലേക്ക് ആകാശം എന്നുള്ള വാക്ക് സ്വർഗമെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നൊരു പദമാണ്. ആ ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ നമ്മളവിടെ വായിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് സ്വർഗം തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു സാക്ഷി കൂടാരം. ആ സാക്ഷി കൂടാരത്തിൻ്റെ ഒരു പ്രതീകം മാത്രമായിരുന്നു മോശ നിർമ്മിച്ചതും പിന്നീട് ശലോമോൻ അതേ പാറ്റേണിൽ അതേ മാതൃകയിൽ ആലയം പണിയുന്നതും പിന്നീട് ആലയം പുതുക്കി പണിയുന്നതും ഒക്കെ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം അതേ മാതൃകയിലാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ആ സ്വർഗത്തിലെ സാക്ഷി കൂടാരം ആയിട്ടുള്ള ദേവാലയത്തെക്കുറിച്ച് നമ്മളിവിടെ 15:5 വായിക്കുമ്പോൾ ആ സ്വർഗത്തിൻ്റെ സാക്ഷി കൂടാരത്തിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരും ഇവിടെ സാക്ഷി കൂടാരങ്ങളായിട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച കുഞ്ഞുങ്ങൾ ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ കാര്യം പറഞ്ഞായിരുന്നു. നമ്മളിവിടെ സാക്ഷി കൂടാരങ്ങളായിട്ടാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ദൈവത്തിൻ്റെ കൂടാരമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്നാണ് 2 കൊരിന്ത്യർ 6:16 1 കൊരിന്ത്യർ 3:16 1 കൊരിന്ത്യർ 6:19 ഒക്കെ നമ്മൾ കാണുന്നത്. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന് ആലയമല്ലോ. 1 കൊരിന്ത്യർ 6:19 നമ്മൾ ദൈവത്തിന് ആലയമാണ്, നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിന് ആലയമാണെന്ന് പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 6:19. പിന്നെ 2 കൊരിന്ത്യർ 6:16 യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, നിങ്ങളാണ് ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളാണ് യഥാർത്ഥത്തിലുള്ള ടാബർനാക്കിൾ. കർത്താവും ടാബർനാക്കിളായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച കാര്യമാണ്. കർത്താവ് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പം ഈ ടാബർനാക്കിൾഡ് ഇൻ അവർ മിഡ്സ്റ്റ്, കർത്താവ് നമ്മുടെ ഇടയിൽ ഒരു ടാബർനാക്കിളായിട്ട് ആയിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ആ പരിഭാഷ വരുന്നത്. ഗ്രീക്കിലെ സ്കേനോ എന്നുള്ളൊരു വാക്ക് അവിടെ പാർത്തു എന്നുള്ളൊരു വാക്കിൽ ഉപയോഗിക്കുന്നത്. സ്കേനോ എന്നുള്ള വാക്ക് ടാബർനാക്കിൾ എന്നുള്ളതിൻ്റെ വേർബ് ഫോമാണ് അവിടെ ഉപയോഗിക്കും. ഹി ടാബർനാക്കിൾഡ് ഇൻ അവർ മിഡ്സ്റ്റ് എന്നാണ് ചില ട്രാൻസ്ലേഷൻസിലൊക്കെ പറയുന്നത്. ഹി ഡ്വെൽറ്റ് ഇൻ അവർ മിഡ്സ്റ്റ്, അല്ലെങ്കിൽ കർത്താവ് ഒരു സമാഗമന കൂടാരമായിട്ടാണ് നമ്മളുടെ ഇടയിൽ പാർത്തതെന്നുള്ള കാര്യമൊക്കെയാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം കർത്താവ് ഈ സ്വർഗത്തിലെ സാക്ഷി കൂടാരമായിരുന്ന സ്വർഗത്തിലെ സാക്ഷി കൂടാരം, സ്വർഗം അതിൻ്റെ ഒരു പ്രതീകമായിട്ട് കർത്താവ് ഈ ഭൂമിയിലൊരു സാക്ഷി കൂടാരമായിട്ടാണ് പിതാവിൻ്റെ സാക്ഷിയായിട്ട് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന് യോഹന്നാൻ 14:9 പറയുന്ന ആ കർത്താവ് അങ്ങനെ ഒരു പിതാവിൻ്റെ സാക്ഷി കൂടാരമായിട്ട് ആ ഭൂമിയിൽ കർത്താവ് ജീവിച്ചു. നമ്മളെയും ദൈവം ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് പിന്നെ നമ്മൾ അങ്ങനെയുള്ള വ്യക്തികൾ കൂടി ചേരുമ്പോൾ ഒരു സഭയായിട്ട് കർത്താവിൻ്റെ സാക്ഷി കൂടാരമായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് സഭയായിട്ട് ആക്കി വെച്ചിരിക്കുന്നത്. ആ സ്വർഗത്തിലെ സാക്ഷി കൂടാരം തുറന്നപ്പോൾ ആ സാക്ഷി കൂടാരം എന്നുള്ളതിൻ്റെ ആ ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നു. സാക്ഷി കൂടാരത്തിൽ എനിക്ക് വളരെ എൻകറേജിങ് ആയിട്ട് തോന്നിയൊരു കാര്യം ഈ അടുത്ത ഞാനത് പല ഗ്രീക്കും ഹീബ്രുവും കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ ആ സാക്ഷി കൂടാരത്തിലെ കൃപാസനം എന്നുള്ള വാക്കിന്ന് മലയാളികൾക്കൊക്കെ വളരെ പരിചിതമാണ്. പല കാര്യങ്ങൾക്ക് ഇന്ന് കൃപാസനം എന്നൊക്കെ പേരിട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ആ പെട്ടകം എന്ന് പറഞ്ഞൊരു ബോക്സ് മാതിരിയാണ്. നമ്മൾ ആ ബോക്സിൻ്റെ പിക്ചറൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് കണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് നോക്കട്ടെ. അതായത് സ്വർഗത്തിലെ സമാഗമന കൂടാരത്തിലെ ആ ഒരു തിരശ്ശീലയ്ക്ക് അപ്പോഴുള്ള ഒരു ബോക്സ്, റെക്റ്റാങ്കുലർ ബോക്സ്, ഇതിനാ പെട്ടകം എന്ന് പറയുന്നത്. ആ പെട്ടകത്തിന് മേലെ കെരൂബുകൾ, പെട്ടകത്തിൻ്റെ ലിഡ് മാതിരി അടപ്പ് മാതിരിയാണ് മേഴ്സി സീറ്റ് അല്ലെങ്കിൽ കൃപാസനം. അപ്പോൾ ആ കൃപാസനത്തിലാണ് അഹരോൻ വന്ന് രക്തം തളിക്കുന്നത്. അപ്പോൾ കൃപാസനത്തിന് താഴെ പെട്ടകത്തിനുള്ളിൽ സാക്ഷ്യങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പലകൾ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അടങ്ങിയ കൽപ്പലകളൊക്കെ അവിടെ പെട്ടകത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ന്യായപ്രമാണം മനുഷ്യൻ ബ്രേക്ക് ചെയ്തു എന്ന ആ രക്തം കണ്ട് കർത്താവ് മനുഷ്യനോട് കൃപ ചെയ്ത് ദൈവം അവരോട് മനസ്സിലോടെ സംസാരിച്ചു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ഈ മേഴ്സി സീറ്റ് എന്നുള്ള ആ വാക്ക് അത് ഹിലാസ്റ്റീരിയോൺ എന്നുള്ളൊരു വാക്ക് അത് 2 തവണയേ ഗ്രീക്ക് ബൈബിളിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നമ്മളിപ്പോൾ ഹിലാസ്റ്റീരിയോൺ എന്നുള്ളൊരു വാക്ക്, അപ്പോൾ ആ ഹിലാസ്റ്റീരിയോൺ എന്നുള്ള വാക്ക് ഒന്ന് എവിടെ ഈ കൃപാസനം അല്ലെങ്കിൽ മേഴ്സി സീറ്റ് എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എബ്രായർ 9-ാം അധ്യായത്തിൽ നമ്മൾ എബ്രായർ 9-ാം അധ്യായം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. എബ്രായർ 9-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ അവിടെ പറയുന്ന മേഴ്സി സീറ്റ് എന്നുള്ളൊരു പദം നമ്മൾ
5-ാമത്തെ വാക്യത്തിൽ എബ്രായർ 9:5 നമ്മൾ കാണുന്നുണ്ട്. അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ, അപ്പം ഈ അതിന് മീതെ എന്ന് പറഞ്ഞാൽ പെട്ടകത്തിന് മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ തേജസ്സിൻ്റെ കെരൂബുകളായി ഈ 2 കെരൂബുകളെ നമ്മൾ കാണുന്നത്. കെരൂബുകൾ എന്ന് പറഞ്ഞാൽ ദൂതന്മാരിലെ ഒരു വിഭാഗത്തെയാണ് നമ്മൾ കെരൂബുകളെന്ന് നമ്മളെ വചനത്തിൽ കാണുന്നത്. ആ കെരൂബുകളാണ് 4 ജീവികൾ എന്നുള്ള പേരിൽ നമ്മൾ വെളിപാട് പുസ്തകത്തിലൊക്കെ കാണുന്നത്. അത് കെരൂബുകളാണെന്ന് നമ്മൾ യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മളത് കെരൂബുകളാണതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഈ അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓരോന്നായി വിവരിക്കാൻ കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് വരിക. അപ്പം ഈ മേഴ്സി സീറ്റ് എന്നുള്ള വാക്ക്, കൃപാസനം എന്നുള്ള വാക്ക് ഹിലാസ്റ്റീരിയോൺ എന്നുള്ള ആ ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ പദം തന്നെ വേറെ എവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് റോമർ 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിലാണ്. റോമർ 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ അവിടെ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, പ്രൊപ്പീസിയേഷൻ അല്ലെങ്കിൽ പ്രൊപ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ ദൈവക്രോധത്തെ അടക്കുന്ന അപ്പീസ്മെൻറ്റ് ഓഫ് ഗോഡ്സ് റാത്ത്. ദൈവത്തിൻ്റെ ക്രോധം മനുഷ്യൻ്റെ പാപത്തിനെതിരെ ഉണ്ട്. ആ ക്രോധത്തെ അടക്കുവാനായിട്ട് കർത്താവിൻ്റെ ക്രൂശിലെ യാഗം ഒരു പ്രായശ്ചിത്ത യാഗമായിട്ട്, പ്രൊപ്പീസിയേഷനായിട്ട്, ആസ് ആൻ അപ്പീസ്മെൻറ്റ് ഫോർ ഗോഡ്സ് റാത്ത്, ദൈവത്തിൻ്റെ ക്രോധം നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി കർത്താവ് യാഗമായി തീർന്നു. ആ കർത്താവിൻ്റെ യാഗത്തെ കണ്ട് പ്രസാദിച്ച് ദൈവത്തിൻ്റെ ക്രോധം നമ്മുടെ മേൽ വരുന്നില്ല. അപ്പോൾ ആ പ്രായശ്ചിത്തം എന്നുള്ള ആ ഗ്രീക്ക് പദവും എന്താണെന്ന് ചോദിച്ചാൽ ഹിലാസ്റ്റീരിയോൺ എന്നുള്ള ഈ പദം തന്നെയാണ്. അപ്പോൾ ആ ഹിലാസ്റ്റീരിയോൺ എന്നുള്ള പദം രണ്ടിടത്ത് വരുന്നതിൽ ഒന്ന് പ്രായശ്ചിത്തം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പ്രായശ്ചിത്തം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അതേ പദം തന്നെയാണ് ഇവിടെ എബ്രായർ 9:5 മേഴ്സി സീറ്റെന്നും കൃപാസനമെന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വേറൊരു സിഗ്നിഫിക്കൻസും കൂടെ എന്ന് പറഞ്ഞാൽ കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന നാളിലും പഴയ നിയമം ബൈബിളേ ഉണ്ടായിരുന്നുള്ളൂ. യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ച സമയത്ത് നമുക്കറിയാം, അന്ന് 1-ാം നൂറ്റാണ്ടിൽ പഴയ നിയമമേ ഉണ്ടായിരുന്നുള്ളൂ വചനമായിട്ട്. പിന്നീടാണല്ലോ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആരോഹണം ചെയ്തതിന് ശേഷമാണ് പുതിയ നിയമം ഗ്രീക്കിലൊക്കെ എഴുതപ്പെട്ടത്. അന്ന് പഴയ നിയമം ഒറിജിനലി എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണ് എഴുതപ്പെട്ടത്. എന്നാൽ ബി സി 1-ാം നൂറ്റാണ്ട്, അതായത് കർത്താവ് വരുന്നതിനും 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എബ്രായ ബൈബിളിൻ്റെ ഒരു ഗ്രീക്ക് പരിഭാഷയുണ്ടായിരുന്നു. അത് കർത്താവ് ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പരിഭാഷയായിട്ടാണ് നമ്മൾ പൊതുവെ ചരിത്ര പണ്ഡിതന്മാർ, വേദപണ്ഡിതന്മാരൊക്കെ വിശ്വസിക്കുന്നൊരു കാര്യം. അപ്പോൾ ആ ഗ്രീക്ക് ബൈബിളിനാണ്, അതായത് പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയ്ക്കാണ് സെപ്റ്റുവാജിൻറ്റ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത്. സെപ്റ്റുവാജിൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ 70 എന്നുള്ളൊരർത്ഥമാണ്. 70 വേദപണ്ഡിതന്മാർ, യഹൂദ പണ്ഡിതന്മാരാണ് ഇത് എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് പഴയ നിയമം വിവർത്തനം ചെയ്തത്. അപ്പോൾ കർത്താവ് ജീവിച്ചിരുന്ന സമയത്തും ആ പരിഭാഷ ഉണ്ടായിരുന്നു. കർത്താവും കോമണായിട്ട് യഹൂദന്മാരെ ഉപയോഗിച്ചിരുന്നൊരു പരിഭാഷയായിരുന്നു ഈ ഗ്രീക്കിലെ എബ്രായ ബൈബിളിലെ പരിഭാഷ എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ആ എബ്രായ പരിഭാഷയിൽ, എബ്രായ ബൈബിളിൻ്റെ ഗ്രീക്ക് പരിഭാഷയാകുന്ന സെപ്റ്റുവാജിൻറ്റിലും മേഴ്സി സീറ്റ് എന്ന് നമ്മളിപ്പം പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിലെ മേഴ്സി സീറ്റ് എന്നുള്ള വാക്ക് പുറപ്പാട് 25-21 നമ്മൾ കാണുന്നുണ്ട്. മേഴ്സി സീറ്റ് എന്നുള്ള വാക്ക് ഈ ഹിലാസ്റ്റീരിയോൺ എന്നുള്ള ഈ വാക്ക് തന്നെയാണ്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായോ കത്തിയോന്നൊന്നും എനിക്കറിയത്തില്ല. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കർത്താവാണ് നമ്മുടെ കൃപാസനം എന്ന് പറഞ്ഞാൽ യേശു പ്രായശ്ചിത്തമായി തീർന്നു. അപ്പോൾ ആ പെട്ടകത്തിൻ്റെ മേലെയുള്ള കൃപാസനം എന്ന് പറഞ്ഞാൽ അത് കർത്താവ് നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നു എന്ന് പറയുമ്പോൾ കർത്താവ് നമുക്ക് കൃപാസനമായി തീർന്നു എന്നുള്ള ഒരേ പദം തന്നെ, ആ ഗ്രീക്കിലെ ഒരേ പദം തന്നെ അവിടെ അതിൻ്റെ പരിഭാഷയായിട്ടുള്ള പുറപ്പാട് 25-21 റോമർ 3:25 എബ്രായർ 9:5 ഒക്കെ ഈ ഹിലാസ്റ്റീരിയോൺ എന്നുള്ള ഒരു പദം വരുന്നു. അത് കർത്താവ് നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നത്, ആ പ്രായശ്ചിത്തമായി തീർന്ന കർത്താവ് തന്നെയാണ് നമ്മളുടെ കൃപാസനം എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ആ പഴയ നിയമത്തിൽ ആ കൃപാസനത്തിന് മേലെ തളിക്കപ്പെടുന്ന ഒരു രക്തം ഒരു പ്രതീകമായിരുന്നെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ രക്തം നമുക്ക് പാപപ്രായശ്ചിത്തമായി മാറി എന്നുള്ളതിൻ്റെ ഒരു കുറച്ചുകൂടെ ആഴത്തിലുള്ളൊരു അർത്ഥം നമ്മളെന്ന് പറയാൻ നോക്കുമായിരുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ആ പഴയ നിയമത്തിൻ്റെ അതിൻ്റെ ആ എക്സാക്ട് ഫുൾഫിൽമെൻ്റ് ആയിട്ട് യേശു ആയി തീർന്നു. നമ്മൾ വചനത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോഴും അത് എത്രമാത്രം അത് ഏറ്റവും കറക്റ്റായിട്ടെല്ലാം കോറിലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ദൈവമാണ് ഇതെല്ലാം
ഈ വചനമെല്ലാം എഴുതി ഉണ്ടാക്കിയതെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമ്മളതെല്ലാം മനസ്സിലാക്കേണ്ടതെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വന്നത്. അപ്പോൾ സ്വർഗത്തിലെ സാക്ഷി കൂടാരം തുറന്നു. അപ്പോൾ സ്വർഗത്തിലെ സാക്ഷി കൂടാരത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞത് സാക്ഷി കൂടാരത്തിൽ മന്നയുണ്ടായിരുന്നു, ഒരു പൊൻകലശത്തിൽ മന്നയുണ്ടായിരുന്നു. എബ്രായർ 9:4 നമ്മൾ വായിച്ചു കഴിഞ്ഞ ആഴ്ച. പിന്നെ അഹരോൻ്റെ തളിർത്ത വടി, പിന്നെ അവിടെ കൽപ്പലകൾ, ദൈവത്തിൻ്റെ സാക്ഷ്യം അടങ്ങിയ കൽപ്പലകളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ആത്മാവിനെ കുറിക്കുന്നതായി അതിവിശുദ്ധ സ്ഥലം. നമ്മളുടെ ആത്മാവിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നേ? മന്ന ഫ്രഷായിട്ട് ദൈവം അന്നു നമുക്ക് തരുന്ന ആലോചനകൾ ഫ്രഷായിട്ട്, ദൈവത്തിൻ്റെ വചനം ഫ്രഷായിട്ട്, ദൈവം തരുന്ന വാക്കുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഫ്രഷായിട്ട് നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. പിന്നെ ദൈവത്തിൻ്റെ വചനം, കൽപ്പലകൾ, ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിനെക്കുറിച്ച് സങ്കീർത്തനം 119:11 നമ്മൾ വായിക്കുന്നു. പിന്നെന്താ? അഹരോൻ്റെ തളർത്ത വടി, അത് ആത്മീയ അധികാരത്തെ സൂചിപ്പിക്കുന്നൊരു കാര്യമായിട്ട് നമ്മൾ സംഖ്യാപുസ്തകം 17 അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അഹരോൻ്റെ ആ ഒരു അധികാരത്തെ ദൈവം ഒന്ന് അറ്റസ്റ്റ് ചെയ്യുന്നൊരു കാര്യമായിട്ട്, അതൊരു തളർത്ത വടിയായിട്ട്, അതൊരു ഫ്രഷ്നെസ്സിനെയും പുതുക്കത്തെയും ജീവനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട്, പുനരുത്ഥാനം, അത് തളർത്ത വടി പൂവും കായുമായിട്ടിരുന്ന കാര്യമൊക്കെയാണ് നമ്മൾ സംഖ്യാപുസ്തകം 17 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഒരു മരണത്തിൽ നിന്നൊരു പുനരുത്ഥാനത്തിൻ്റെ ഒരു പ്രതീകം. ആ വടി മാത്രമായിട്ടിരുന്ന എങ്ങനെ അത് തളർത്ത പൂവും കായും ഒക്കെ കായ്ക്കാൻ പറ്റും? എന്നാൽ ഒരു രാത്രി കൊണ്ട് അത് പൂവും കായും ഒക്കെ കായ്ച്ച് അഹരോൻ്റെ വളി തളർത്ത് നിന്നു എന്ന് പറയുമ്പോൾ അത് മരണത്തിൽ നിന്നുള്ളൊരു പുനരുത്ഥാനത്തിൻ്റെ ജീവൻ്റെ പുതുക്കത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടും, പിന്നെ അഹരോൻ്റെ ആ വടിയാണത് ആത്മീയ അധികാരത്തെ സൂചിപ്പിക്കുന്ന കാര്യമായിട്ട് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആ ഒരു പുതുക്കവും തളർപ്പും ഫ്രൂട്ട്ഫുൾനെസ്സും ഫലവും ഒക്കെ അത് ആത്മീയ അധികാരത്തോടുകൂടി ഉള്ള ആ ഒരു ദൈവത്തിൻ്റെ ഒരു അറ്റസ്റ്റേഷനൊക്കെയാണ് നമ്മളുടെ ആത്മാവിലും കർത്താവ് സൂക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളായിട്ട് എന്തെങ്കിലും തേടി പിടിച്ച് സൂക്ഷിക്കുന്നതെല്ലാം മറിച്ച് നമ്മൾ ഇതിനെ പൂജ്യമാക്കി കർത്താവിന് മുമ്പാകെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് വെക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നത്. പിന്നെ 6-ാമത്തെ വാക്യത്തിൽ 7 ബാധയുള്ള 7 ദൂതന്മാർ ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ച് അവർ മാറത്ത പൊൻകൊച്ച, ആ പൊൻകൊച്ച സത്യത്തിൻ്റെ പൊൻകൊച്ചയാണ്, നീതിയുടെ വിശ്വസ്തയുടെ പൊൻകൊച്ചയാണ്. കർത്താവിന് അതുപോലുള്ള പെൺകച്ചയെക്കുറിച്ച് നമ്മൾ വെളിപ്പാട് 1:13 കണ്ടു. അത് സർവായുധ വർഗത്തിൽ അതുള്ള മാറത്തുള്ള ബെൽറ്റ് ഓഫ് ട്രൂത്തിനെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ എഫേസ്യർ 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. പിന്നെ പുരോഹിതന്മാർക്കുള്ള വസ്ത്രത്തിലും ഇതുപോലൊരു സാഷ്, ആ ഒരു ഗോൾഡൻ സാഷ് അല്ലെങ്കിൽ ഗോൾഡൻ മാൻറ്റിൽ അല്ലെങ്കിൽ ഗോൾഡൻ ബെൽറ്റ്, ഈ പൊൻകച്ച ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ പുറപ്പാട് 29:9 28:4 ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നിറയുമ്പം സത്യത്തിൻ്റെ ആത്മാവായിട്ടുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു സത്യത്തിൻ്റെ കച്ച, അത് നമ്മളുടെ ആത്മീയ വസ്ത്രം ഇൻടാക്റ്റായിട്ടിരിക്കാൻ ആ വസ്ത്രത്തെ കാത്തില്ലെങ്കിൽ അവൻ്റെ നഗ്നത വെളിവാകും എന്നുള്ള കാര്യമൊക്കെയാണ് വെളിപാട് 16:15 നമ്മൾ കണ്ടത്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചായിരുന്നു. പിന്നെ 7-ാമത്തെ വാക്യം ഇപ്പോൾ ജേക്കബ് സാക്ബറിൻ്റെ ആദ്യമോചനം പുസ്തകത്തിൽ നിന്ന് 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ അജ്ബേർ അത് ഡിസ്പ്ലേ ചെയ്യുമല്ലോ. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ ആരാധനയിൽ മാത്രമാണ് 4 ജീവികളും ഇതുവരെ പങ്കുകാരായിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർ ദൈവത്തിന്റെ ന്യായവിധിയിലും ഭാഗവാക്കാകുന്നു. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ന്യായവിധിയും 2 കാര്യങ്ങളല്ല, ഒന്നിന്റെ ഫലമാണ് മറ്റൊന്ന്. 4 ജീവികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ ആരാധിക്കുന്നത് പോലെ സ്വാഭാവികമാണ് സമയം വരുമ്പോൾ അവിടുത്തെ ന്യായവിധിയിലും പങ്കാളികളാകുക എന്നുള്ളത്. തന്റെ നന്മ പ്രദർശിപ്പിക്കുകയും ആവശ്യം വരുമ്പോൾ നടപ്പാക്കുകയും ചെയ്യുന്നത് രണ്ടും ദൈവത്തെ സംബന്ധിച്ച് ഒരുപോലെ ന്യായയുക്തമാണ്. രണ്ടും അവിടുത്തെ തികഞ്ഞ സ്നേഹത്തിന്റെ പ്രദർശനം ആണല്ലോ. ഇവിടെ ചെറിയൊരു വാക്യവും ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇപ്പം നമ്മളിപ്പം വായിച്ചു. വെളിപാട് 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അപ്പോൾ ഈ ദേവാലയത്തിൽ നിന്ന് ഈ 7 ദൂതന്മാർ പുറപ്പെട്ടു വന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടെ അപ്പോൾ 4 ജീവികളിൽ, ഈ 4 ജീവികളാണ്
4 കെരൂബുകളെ കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് 4-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുന്നുണ്ടായിരുന്നു. ഈ 4 ഗാർഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം സംരക്ഷിക്കുന്നവരായിട്ട് കാത്തു സൂക്ഷിക്കുന്നവരായിട്ടുള്ള ഈ കെരൂബുകൾ, അതിലൊരു കെരൂബ് 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം. അത് ദൈവത്തെക്കുറിച്ച് അവിടെ ഒരു വിശേഷണം പറഞ്ഞിരിക്കുക, റാത്ത് ഓഫ് ഗോഡ് ഹു ലിവ്സ് ഫോർ എവർ ആൻഡ് എവർ. നിത്യനായ ദൈവമാണ്. നമ്മളുടെ 1/4 ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൻ്റെ ഏകദേശം വെയിറ്റ് 1.4 to 1.5 kg എന്നൊക്കെയാണ് ഈ തലച്ചോറ് നോക്കിയിട്ടുള്ളവർ പറയുന്നത്. അപ്പം നമ്മളുടെ ഈ ചെറിയ ബുദ്ധിയിൽ എന്നേക്ക് നിത്യനായിട്ട് ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധികൾ, ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പലപ്പോഴും പാടാം. നമ്മൾ എന്താണ് പറയുന്നത്, പല തരത്തിലുള്ള പല വാർത്തകളൊക്കെ നമ്മൾ ചുറ്റും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പം ദൈവമേ എന്താ ദൈവം അങ്ങനെ അനുവദിച്ചത്, നമുക്കൊന്നും അറിയത്തില്ല. നമുക്ക് ദൈവമേ അവിടുന്ന് എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലാണല്ലോ, അവിടുന്ന് കരുണ കാണിക്കണമേ, ജനത്തെ ദൈവത്തിലേക്ക് തിരിയാൻ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്കുള്ളത്. അപ്പം അതാ എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം. അത് 7 കലശമല്ല, പൊൻകലശമാണ്. പൊന്ന് നമുക്കറിയാം ബൈബിളിലുടനീളം ആ ഗോൾഡ് എന്നുള്ള വാക്ക് ദൈവികമായ ഒറിജിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ദൈവം തന്നെ ഉരുവാക്കിയ കലശങ്ങൾ, അതിനകത്ത് ദൈവത്തിൻ്റെ ക്രോധമാണ്. ആ ക്രോധമെല്ലാമാണ് ഈ 7 പൊൻകലശങ്ങളിലെ ക്രോധമെല്ലാം ക്രൂസിൽ ഓൾറെഡി തീർന്നതാണ്. എന്നാൽ അത് അംഗീകരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചവരാണ് വീണ്ടും ഈ ക്രോധകലശങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. അത് അംഗീകരിച്ചവരെ ദൈവത്തിൻ്റെ റാത്ത് ഓഫ് ഗോഡ് ഇസ് ഫിനിഷ്ഡ് എന്നൊക്കെ പറഞ്ഞ് 15:1 നമ്മൾ വായിക്കുമ്പം 15:1 നമ്മൾ ദൈവക്രോധം തീർന്നു. എന്നാൽ അത് അംഗീകരിച്ചവരാണ് പളഞ്ഞുകടലിൻ്റെ മീതെ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നമ്മൾ 2-3 വാക്യങ്ങളിൽ കാണുന്നത്. എന്നാൽ അത് അംഗീകരിക്കാത്തവരുടെ മേലുള്ള ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കാര്യം അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കാര്യമായിട്ട് നമ്മൾ 15-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നതെന്നാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് 16-ാം അധ്യായം മുതൽ നമ്മൾ കാണുക. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ പലപ്പോഴും ഒരു ഓവറോൾ പിക്ചർ, ഒരു വിഹംഗ വീക്ഷണം, ബേർഡ്സ് ഐ വ്യൂ പോലെ ഒരു ഓവറോൾ പിക്ചർ കാണും. പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആഡപ്പ് ചെയ്യുന്നതായിട്ട് ഇപ്പം നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 2-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം വരെ ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളും ആദാമിനെ ഹവ്വയും സൃഷ്ടിച്ച ദൈവം ശബ്ബത്ത് ദിവസം വിശ്രമിച്ച കാര്യങ്ങളും കാണുന്നുണ്ട്. എന്നാൽ 2-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം മുതൽ വീണ്ടും ആ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചൊക്കെയുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, അത് ദൈവം ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു എന്ന് ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നു. പക്ഷേ ആണും പെണ്ണുമായിട്ട് എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ആദാമിനെ ഭാര്യയിൽ നിന്നാണ് എടുത്ത് സൃഷ്ടിച്ചത്. ആദാമിനെ അതിന് മുമ്പ് നിദ്രയിൽ ആഴ്ത്തി ആദാം ഹവ്വയെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ 2-ാം അധ്യായത്തിൽ നമ്മൾ കൂടുതൽ ഡിസ്ക്രിപ്ഷനായിട്ട് കാണുന്നത്. അപ്പം 1-ാം അധ്യായം കഴിഞ്ഞിട്ട് സംഭവിക്കുന്നൊരു കാര്യം 2-ാം അധ്യായം നല്ല മറിച്ച് നമുക്കറിയാം ഉൽപ്പത്തി 1-ാം അധ്യായത്തിന് തന്നെ കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്ന് പറയുന്നത് പോലെ അത് ബൈബിളിലെ പുസ്തകങ്ങളിൽ പലയിടങ്ങളിലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ വെളിപാട് പുസ്തകത്തിലും നിത്യത വരെ സംഭവിക്കുന്ന പല കാര്യങ്ങളുടെ ഒരു ഓവറോൾ പിക്ചർ കാണുന്നു. പിന്നെ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ വായിക്കുക. അപ്പം ഇവിടെ എന്താ നമ്മളിപ്പം വായിച്ച് 7-ാമത്തെ വാക്യം വെളിപാട് 15:7, അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ് 7 പൊൻകലശം. 7 എന്നുള്ള വാക്ക് നമ്മൾ വെളിപാട് പുസ്തകത്തിലുടനീളം ആദ്യം മുതലേ കാണുന്നുണ്ടായിരുന്നു. 7 പൊൻനിലവിളക്കുകൾ, 7 സഭകളുടെ കാര്യമായിട്ടൊക്കെ നമ്മളവിടെ കാണുന്നുണ്ടായിരുന്നു. ആ 7 എന്നുള്ളത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്നൊരു സംഖ്യയായിട്ടാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അപ്പം പൂർണ്ണമായിട്ടുള്ള ദൈവത്തിൻ്റെ ക്രോധം, പാപത്തിൻ്റെ മേലുള്ള പൂർണ്ണമായിട്ടുള്ള ആ ക്രോധം, ന്യായവിധി, 7 പൊൻകലശം, ആ 7 ദൂതന്മാർക്ക്. ഈ 7 ദൂതന്മാരാണ് കാഹള ഊതുന്ന 7 ദൂതന്മാരെക്കുറിച്ച് നമ്മൾ വെളിപാട് 8-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. കാഹള ഊതുന്ന 7 ദൂതന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. വെളിപാട് 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇവിടെ പൊൻകലശമായിട്ട് നിൽക്കുന്ന 7 ദൂതന്മാർ. ഇത് രണ്ടും ഒരേ സമയത്ത്, ഓരോ കാഹള ഊതുന്ന സമയത്ത് പൊൻകലശം അത് പകരപ്പെടുന്നതായിട്ട്, ഒഴിക്കപ്പെടുന്നതായിട്ട് നമ്മൾ അതിൻ്റെ ആ കാര്യങ്ങൾ നമ്മൾ ഇനിയിപ്പം തുടർന്ന് വായിക്കുമ്പോഴൊക്കെ ആ സംഭവിച്ച കാര്യങ്ങൾ തന്നെ ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഒന്നാണ്. ഇത് രണ്ടും ഒരേ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ തുടർന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അതാ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. അപ്പം ഇവിടെ നമ്മളിപ്പം ആദിമവിജയം പുസ്തകത്തിലിപ്പോൾ നമ്മൾ വായിച്ചു, ഈ 4 ജീവികളിൽ ഒരാളാണ് ഈ ക്രോധം നിറഞ്ഞ പൊൻകലശം 7 ദൂതന്മാർക്ക് കൊടുക്കുന്നത്. അപ്പം ഈ ദൂതന്മാർ ഇതുവരെയും ഒക്കെ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഈ 4 കെരൂബുകളും 24 മൂപ്പന്മാരും ഒക്കെ ദൈവത്തോടുള്ള ആരാധനയെ ബാക്കി എല്ലാ ദൂതന്മാരെയും ലീഡ് ചെയ്യുന്നവരായിട്ട് നമ്മൾ കാണുന്ന ഈ ദൂതന്മാർ
ആരാധന ചെയ്യുന്ന അതേ സ്വാഭാവിക, ദൈവത്തെ ആരാധിക്കുന്ന അതേ സ്വാഭാവികതയോടുകൂടി, അതേ നാച്ചുറാലിറ്റിയോടുകൂടി എന്തും ചെയ്യുന്നു, ന്യായവിധിയും എക്സിക്യൂട്ട് ചെയ്യുവാൻ, ന്യായവിധിയും പ്രവർത്തിക്കുവാൻ ആ പൊൻകലശങ്ങൾ കൈമാറുമ്പോൾ നമ്മളിപ്പം വായിച്ചതുപോലെ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ന്യായവിധിയും ഒന്നും രണ്ട് കാര്യങ്ങളല്ല. അതാ നമ്മളിപ്പം വായിച്ച ദൈവത്തിൻ്റെ ആരാധനയിൽ മാത്രമാണ് ഇതുവരെ അവർ പങ്കുകാരായിട്ട് നമ്മളിപ്പം കണ്ടത്. എന്നാൽ ന്യായവിധിയിലും അവർ ഭാഗവാക്കാകുന്നു. ഒന്നിൻ്റെ ഫലമാണ് മറ്റൊന്ന്. ദൈവത്തിൻ്റെ നീതി ഉള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ന്യായവിധി ഉള്ളത്. 4 ജീവികളെ സംബന്ധിച്ചുള്ള ദൈവത്തെ ആരാധിക്കുന്നത് പോലെ സ്വാഭാവികമാണ് സമയം വരുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധികൾ. അപ്പം ചില സമയത്ത് ദൈവം നമ്മളെ കരുണയോടെ പെരുമാറുവാൻ ദൈവം നമ്മളെ ശീലിപ്പിക്കുന്നു. എന്നാൽ ചില സമയത്ത് കർക്കശത്തോടെ ദേവാലയത്തെ ശുദ്ധമാക്കാൻ വേണ്ടി യേശു ചാട്ടവാറെടുത്ത പോലെ ചില സമയത്ത് കർക്കശത്തോടെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ കർത്താവ് അത് സ്വാഭാവികമായിട്ട് ചെയ്തു. കർത്താവ് പാപിനിയായ സ്ത്രീയോട് കരുണ കാണിച്ചതുപോലെ കർത്താവ് ദേവാലയത്തെ ശുദ്ധമാക്കാൻ വേണ്ടി കർക്കശത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ്. ഇപ്പം നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ എപ്പോഴും അങ്ങ് കരുണയായിരിക്കും, ഒന്നുകിൽ എപ്പോഴും അങ്ങ് കർക്കശമായിരിക്കും, ഒന്നുകിൽ ആശാനും നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറയുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെതായ സമയത്ത് ആ ഒരു സ്നേഹവും മനസ്സിലിവും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ചില സമയത്ത് കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സ്ട്രിക്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് പറയേണ്ട സമയത്ത് ഇപ്പോൾ നമ്മൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ഇപ്പം ജോലി സ്ഥലത്ത് നമ്മൾ അധികാരത്തിലായിരിക്കുമ്പം കീഴുദ്യോഗസ്ഥരോട് അവരോട് നമ്മൾ വളരെ മനസ്സിലൂടെ സപ്പോർട്ടീവായിട്ടെല്ലാം ആയിരിക്കുന്നു. എന്നാൽ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ഫേമായിട്ട് പറയേണ്ട സമയത്ത് അവിടെ ഫേമായിട്ട് പറയുന്നു. അവിടെ ഒരു മാനുഷിക കോപത്തോടെ, ജഡത്തിലെ കോപത്തോടെ പറയണമെന്നല്ല, എന്നാൽ ചില കാര്യങ്ങൾ ഒരു ദൈവികമായ ഒരു കർക്കശത്തോടെയും നമുക്ക് ഇടപെടേണ്ടതായിട്ടുണ്ട്. നമ്മൾ യേശുവിനെ നമ്മുടെ സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു എപ്പോഴും ഇങ്ങനെ കരുണ കാണിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു യേശുവിനെയല്ല നമ്മൾ കാണുന്നത്. ശിഷ്യന്മാരെ ശാസിക്കേണ്ടത് ശാസിക്കുന്നു, പരീശന്മാരെ ശാസിക്കേണ്ടത് ശാസിക്കുന്നു, പല കാര്യങ്ങളും തുറന്ന് കാട്ടേണ്ടത് തുറന്ന് കാണിക്കുന്നു, എന്നാൽ കരുണ കാണിക്കേണ്ടതിനടുത്ത് കരുണ കാണിക്കുന്ന കർത്താവ്. അതുപോലെ അത് നമ്മളിപ്പം വായിച്ച് ആരാധിക്കുന്നത് പോലെ തന്നെ സ്വാഭാവികമായിട്ട് ന്യായവിധിയുടെ കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു കർത്താവ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴികളെ അറിയാത്തവർക്ക് ആരാധിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഈ ന്യായവിധിയുടെ കാര്യമോ അതൊക്കെ ദൈവം കുറച്ച് ക്രൂരമായിപ്പോയി, കുറച്ച് കൂടിപ്പോയി എന്നൊക്കെ നമുക്ക് തോന്നും. അത് നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തെ കണ്ടുകൊണ്ട് അറിയാത്തതിന് അപക്വത കൊണ്ടാണ്. തൻ്റെ നന്മ പ്രദർശിപ്പിക്കുകയും ആവശ്യം വരുമ്പോൾ നടപ്പാക്കുകയും ചെയ്യുന്നത്, നന്മ പ്രദർശിപ്പിക്കുകയും ആവശ്യം വരുമ്പോൾ ഈ ദൈവികമായിട്ടുള്ള ന്യായവിധി നടപ്പാക്കുകയും ചെയ്യുന്നതെല്ലാം ദൈവത്തെ സംബന്ധിച്ചോളം ന്യായയുക്തമായിട്ടുള്ള കാര്യമാണ്. രണ്ടും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമല്ലോ എന്നുള്ളൊരു കാര്യം നമ്മളിപ്പം വായിച്ച് നിർത്തി. അതിൻ്റെ 8ാമത്തെ വാക്യം കൂടി ഇപ്പം ബ്രദറെ വായിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കുമല്ലോ, ഹാജി ബ്രദർ അത് ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വാക്യം 8. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പൂവുകൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ശലോമോന്റെ കാലത്ത് ദേവാലയം പണി പൂർത്തിയായപ്പോൾ ദൈവത്തിന്റെ തേജസ് ആലയത്തെ നിറച്ചു. ദൈവത്തിന്റെ നന്മയുടെ ഒരു പ്രദർശനം ആയിരുന്നു അത്. എന്നാൽ ഇവിടെ ഇത് ന്യായവിധി നടക്കുമ്പോഴും ദൈവത്തിന്റെ തേജസ് ആലയത്തെ നിറയ്ക്കുന്നു. ദൈവത്തിന്റെ ന്യായവിധിയിലും ഒരു മഹത്വം ഉണ്ടെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ രക്ഷിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവർ നരകത്തിൽ എന്നെന്നും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് നിത്യതയിൽ എങ്ങനെ സഹിപ്പാൻ ആകും എന്ന് അനേകരുടെ ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് ഇവിടെ കാണാം. യേശു സ്നേഹിക്കുന്നതിൽ ഏറെ നമുക്ക് ഒരു വ്യക്തിയെയും സ്നേഹിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് യേശുവിന് ഒരുവന്റെ നിത്യനാശം കണ്ട് സഹിപ്പാൻ കഴിയുമെങ്കിൽ നമുക്കും സാധിക്കും. കാരണം അന്ന് നാം യേശുവിനെ പോലെ ആയിരിക്കുമല്ലോ. അവിടുത്തെ ന്യായവിധികളിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. യേശു ഭൂമിയിൽ താഴ്മയിലും സ്നേഹത്തിലും നടന്നപ്പോൾ തന്നിൽ ദൈവ തേജസ് വെളിപ്പെട്ടിരുന്നത് പോലെ തന്നെയാണ് ന്യായവിധിയിലും ദൈവത്തിന്റെ പ്രതിഫലനം നമുക്ക് കാണുവാൻ കഴിയുക. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല. കാരണം നാം ഇപ്പോഴും ജഡത്തിലാണ്. മാത്രമല്ല നമ്മുടെ മനസ്സ് പാപത്താൽ മലിനവും സങ്കുചിതവും ആയി പോയിരിക്കുന്നു. കൃപയും സത്യവും നിറഞ്ഞതായി
യേശുവിൽ വെളിപ്പെട്ട ദൈവ മഹത്വത്തെ മാനസാന്തരപ്പെടാത്ത ഒരുവനെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. കാരണം മനുഷ്യന്റെ മഹത്വം തേടുന്നതിനാൽ അവന്റെ കണ്ണുകൾ കുരുടാക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ദൈവം നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നതിനാൽ നമുക്ക് അത് കാണുവാൻ കഴിയുന്നുണ്ട്. ലോക മനുഷ്യർക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും താഴ്മ, ക്ഷമ, കരുണ, സ്വയം പ്രതികാരത്തിന് തുനിയാത്ത അവസ്ഥ, ശത്രുക്കളെ സ്നേഹിക്കുന്ന മനോഭാവം എന്നിങ്ങനെയുള്ള കാര്യങ്ങളുടെ മഹത്വം നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും. ഇതുപോലെ ദൈവസ്നേഹമാണ് മനുഷ്യരെ നരകത്തിലേക്ക് അയക്കുന്നതെന്നും കൂടുതൽ വ്യക്തതയോടെ കാണുവാൻ സാധിക്കും. ദൈവം ആരെയും വെറുക്കുന്നില്ല. നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഇല്ലെങ്കിലും അവിടുത്തെ ന്യായവിധിയിലും ദൈവമഹത്വമാണ് വെളിപ്പെടുന്നത്. നമ്മളിപ്പോൾ വെളിപാട് 15 അധ്യായത്തിന് 8-ാമത്തെ വാക്യവും അതിന് എക്സ്പ്ലനേഷനും ഇപ്പം നമ്മളിപ്പോൾ വായിച്ച് ദൈവത്തിൻ്റെ തേജസ്സും അപ്പോൾ ഈ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുക്കുന്നു. ഇത് ന്യായവിധിയുടെ പൊൻകലശമാണ്. അത് നമ്മൾ 16-ാം അധ്യായത്തിൽ അത് വയൽസ് ഓഫ് റാത്ത്, ക്രോധകലശങ്ങളെ കുറിച്ചാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. എന്നാൽ അതിനു മുമ്പ് ആ ക്രോധകലശങ്ങൾ ഒഴിക്കപ്പെടുമ്പോൾ അത് വല്ലാത്തൊരു തീവ്രമായിട്ടുള്ളൊരു കാര്യമാണ്. നിത്യതയോളം നരകത്തിൽ ഇരിഞ്ഞടങ്ങുന്നില്ല, ഇരിഞ്ഞുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥ. അത് നമുക്ക് മാനുഷികമായിട്ട് പറയുമ്പോൾ അത് ദൈവത്തിന് എങ്ങനെ പലരെയും നരകത്തിലേക്ക് പോകാൻ ദൈവത്തിന് എങ്ങനെ അനുവദിക്കാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് തോന്നാം. ദൈവത്തിന് എങ്ങനെ ഒരു ശിക്ഷാവിധി നടപ്പാക്കാൻ കഴിയും? കുറച്ച് പേരെ ജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയതും ചുരുക്കം പേരെ അത് കണ്ടെത്തുന്നുള്ളൂ. കുറച്ച് പേരെ സ്വർഗത്തിലെ പോപ്പുലേഷനുള്ളൂ. എന്നാൽ നിത്യതയോളം ആ വലിയ വിശാലമായ വാതിലൂടെ പോകുന്നവരെല്ലാം അങ്ങ് നരകത്തിലേക്ക് വലിയൊരു പുരുഷാരം അവിടെ ആയിരിക്കുമ്പോൾ അവിടെ ഈ പൊൻകലശം ഒഴിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ ദൈവത്തിൻ്റെ തേജസ്, അതാ നമ്മളിവിടെ 8-ാമത്തെ വാക്യത്തിൽ വെളിപാട് 15:8 ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു എന്നുള്ളൊരു കാര്യം. അവിടെ നമ്മൾ 2 ദിനവൃത്താന്തം, അതിപ്പോൾ നമ്മളിപ്പം ഇവിടെ നമ്മുടെ ആദിമവിജയം പുസ്തകത്തിൽ നമ്മളിപ്പോൾ ആ ശലോമോൻ്റെ കാലത്ത് ദേവാലയം പണി പൂർത്തിയായപ്പോൾ എന്നുള്ള ആ ഒരു റെഫറൻസ് അത് നമ്മളത് 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിലാണ് അത് വായിക്കുന്നത്. നമുക്ക് 2 ദിനവൃത്താന്തത്തിലേക്കൊന്ന് പോവുകയാണെങ്കിൽ അവിടെ രാജാക്കന്മാരൊക്കെ കഴിഞ്ഞ് ശമൂലും രാജാക്കന്മാരും കഴിഞ്ഞ് ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഇപ്പം ഇതുപോലെ ഒരു ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് പുക നിറഞ്ഞ ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് 2 ദിനവൃത്താന്തം 7:1 ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വെൻ സോളമൻ ഹാഡ് ഫിനിഷ്ഡ് പ്രേയിങ്, ആകാശത്തു നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. ബേൺഡ് ഓഫറിങ് ആൻഡ് സാക്രിഫൈസസ്. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഫിൽ ദ ഹൗസ്. ഓഫ് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ നന്മയുടെ ഒരു പ്രദർശനമായിട്ട് അവിടെ തേജസ് ഒന്ന് നിറയുന്നത് നമ്മൾ വായിക്കുന്നത്. ദൈവം അത് ആ ഒരു സീൻ കാണാൻ നമ്മുടെ ഏതെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും നമ്മളൊരിക്കലും മറക്കത്തില്ലായിരിക്കും അല്ലേ. എന്നാൽ അതെല്ലാം കണ്ട ശലോമോനാണ് പിന്നീട് വഴിതെറ്റിപ്പോയെന്നുള്ളതാണ് അതിൻ്റെ വലിയ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം. എന്നാൽ ആ ദൈവത്തിൻ്റെ തേജസ് എന്നാൽ അത് ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അവർ കണ്ടിരുന്നെങ്കിൽ ആത്മാവിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നതാണ് നമ്മളിന്ന് അനുഭവിക്കേണ്ടതും കാണേണ്ടതുമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവ തേജസ് ഒന്ന് നിറയേണ്ടതും, നമ്മുടെ കുടുംബത്തിൽ ദൈവ തേജസ് നിറയേണ്ടതും, നമ്മുടെ സഭയിൽ ദൈവത്തിൻ്റെ തേജസ് ഒന്ന് നിറയേണ്ടതും ഒക്കെ നമ്മളിന്ന് ആത്മാവിൽ കാണുന്നവരായിരിക്കണം. അപ്പോൾ നമ്മൾ തെറ്റിപ്പോയില്ല. ശലോമോൻ അത് ഈ കണ്ണുകൊണ്ട് ഭൗതികമായ നഗ്നനേത്രങ്ങൾ കൊണ്ടാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ശലോമോൻ തെറ്റിപ്പോയി. അതുകൊണ്ട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അത് മാത്രമേ കണ്ടുള്ളൂ. ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടില്ല. അല്ലെങ്കിൽ അവനൊരു യഥാർത്ഥത്തിൽ ആഴത്തിലുള്ളൊരു ആ ഒരു പ്രതികരണം അവൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. അവൻ തെറ്റിപ്പോയി. എന്നാൽ നമ്മൾ ആത്മാവിൽ യേശുവിൻ്റെ തേജസ്സിനെ കാണുമ്പോൾ സ്നേഹമാ നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ എന്ന് നാഗൽ സാഹിബ് പാടിയതുപോലെ സ്നേഹമായിട്ടുള്ള യേശുവിനെ കണ്ടാൽ പിന്നെ നമുക്ക് സ്നേഹിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അപ്പം അതാ ഇവിടെ യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞു. ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഫിൽ ദ ഹൗസ്. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല. മനസ്സിലാ തേജസ് അത് എങ്ങനെയായിരിക്കുന്നതായിരുന്നു നമുക്ക് അറിയത്തില്ല. എന്ത് പുക പോലെയാണോ എന്തോ. അതായത് ഇത് നമ്മളിപ്പോൾ ഇവിടെ 15-ാം അധ്യായം ഇവിടെ വെളിപാട് 15:8 നമുക്കൊരു വിരലുണ്ട്. അവിടെ ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. സ്മോക്ക് ഫിൽഡ് വിത്ത് സ്മോക്ക് ഫ്രം ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഇന്ന്
നിർഭാഗ്യവശാൽ ക്രിസ്തീവ് എന്ന് പറയുന്ന ചില കൂട്ടങ്ങളിലൊക്കെ ഇവർ ഈ ആർട്ടിഫിഷ്യലായിട്ട് സ്മോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ നിറച്ച് ലൈറ്റും അവിടെയൊക്കെ എന്തോ സ്ട്രോബ് ലൈറ്റും എന്തൊക്കെയോ ഒരു പേരൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ തേജസ്സിനെ മിമിക്രി കാണിക്കുന്ന പല കൂട്ടങ്ങൾ നിർഭാഗ്യവശാൽ ക്രിസ്തീയ ലോകത്തുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില അങ്ങനെയൊക്കെ ഈ സ്മോക്കൊക്കെ കൃത്രിമമായിട്ടൊക്കെ നിറച്ച് ദൈവത്തിൻ്റെ തീ ഇറങ്ങി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്തോ ആരോ പാസ്റ്റർ കണ്ട് പറഞ്ഞ് പേരെടുത്ത ഒരാൾ എന്തോ മുകളിലോട്ടൊക്കെ ഏതാണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ മുകളിലോട്ടൊക്കെ ഏതാണ്ട് ഇവരെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഏതാണ്ടൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ പാസിങ്ങിലിങ്ങനെ കണ്ടു. ഞാൻ പിന്നെ അത് നോക്കാൻ പോലും പോയില്ല. അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്ന് ലോകത്ത് ഇതിൻ്റെയൊക്കെ ഒരു മിമിക്രി കാര്യങ്ങളൊക്കെ കാരിക്കേച്ചർ മാതിരി മിമിക്രി മാതിരിയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ പുതിയ ഉടമ്പടി ഇതെല്ലാം ആത്മാവിൻ്റെ തലത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ 2 കൊരിന്ത്യർ 7-ന്റെ 2-ാമത്തെ വാക്യം, പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല, തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ, ഇസ്രായേൽ മക്കളൊന്നും മോശക്കാരല്ല, ഇതെല്ലാം കണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ തെറ്റിപ്പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ ബൗ ഡൗൺ ഓൺ ദ പേയ്മെൻറ്റ്, കല്ലുകൊണ്ടുണ്ടാക്കുന്ന ആ കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ദി വർഷിപ്പ് ദ ലോർഡ് ആൻഡ് ഗ്രേവ് പ്രൈസസ് ടു ദ ലോർഡ്. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത് എന്ന് ചൊല്ലി നമ്മൾ പലപ്പോഴും പാട്ടിലൊക്കെ നമ്മൾ പാടുന്ന വരികൾ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളതെന്നൊക്കെ ഈ ഭാഗത്തുനിന്ന് എടുത്ത വരികളാണ്. ട്രൂലി ഹിസ് ഗുഡ്, ട്രൂലി ഹിസ് ലവിങ് കൈൻഡ്നസ് ഇസ് എവർ ലാസ്റ്റിംഗ്. സങ്കീർത്തനത്തിൽ അതുപോലെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത് എന്ന് ചൊല്ലി സ്തുതിച്ചു. പിന്നെ രാജാവും സർവ്വജനവും യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു എന്നുള്ള കാര്യമൊക്കെ പിന്നെ 4-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഒത്തിരി മൃഗങ്ങളെ യാഗം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ താഴോട്ടൊക്കെ വായിക്കുന്നുണ്ട്. അതൊക്കെ പഴയ നിയമത്തിൽ അങ്ങനെയുള്ള യാഗങ്ങളൊക്കെ. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മളിവിടെ വായിക്കുന്നത്. നമ്മൾ ഇതുപോലൊരു രംഗം ഇവിടെ വായിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിന് അവസാന അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം. പുറപ്പാട് പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളാണ് ഉള്ളത്? അതിൻ്റെ അവസാനത്തെ അധ്യായം, അത് 40-ാം അധ്യായത്തിൻ്റെ അവസാനം. അവിടെ വീണ്ടും പറയുന്നൊരു കാര്യം നമ്മൾ പലപ്പോഴും നിങ്ങൾ സാക്ബേർ എന്നൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ജസ്റ്റസ് ഗോഡ് ഹാഡ് കമാൻഡഡ്. മോശ അങ്ങനെ ചെയ്തു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അവൻ ചെയ്തു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ജസ്റ്റസ് ഗോഡ് ഹാഡ് കമാൻഡഡ് മോസസ് ഡിഡ്. യഹോവ കൽപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മോശ അവിടെ ഈജിപ്തിൻ്റെ കൊട്ടാരത്തിൽ വളർന്ന യൗവനക്കാരനായതുകൊണ്ട് അവന് എല്ലാ വിദ്യകളിലൊക്കെ അഭ്യസിച്ചവനാണെന്നൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് പറയുമ്പം അവന് ഈജിപ്തിൻ്റെ പിരമിഡുകളുടെ വലിയ ആർക്കിടെക്ചറും കാര്യങ്ങളുമൊക്കെ ഇന്നത്തെ നമ്മുടെ BR MRക്കാരെക്കാട്ടിലും ആർക്കിടെക്ചറൊക്കെ പഠിച്ച് വലിയ ഈ പിരമിഡുകളുടെ കാര്യങ്ങളൊക്കെ അവനറിയാമായിരുന്നു. അപ്പോൾ അവന് ഈ ഒരു സമാഗമന കൂടാരെന്ന് പറഞ്ഞൊരു സിമ്പിൾ സ്ട്രക്ചർ, ദൈവമേ ഇതിനെക്കാട്ടി 10 മടങ്ങ് 1000 മടങ്ങ് നല്ലൊരു സ്ട്രക്ചർ ഞാൻ അങ്ങേക്ക് പണിതുതരാം എന്ന് മോശ പറയുമായിരുന്നു. എപ്പോഴാണ്? കർത്താവ് 40-ാമത്തെ വയസ്സിലെങ്ങാനും ശുശ്രൂഷയ്ക്ക് വിളിച്ചായിരുന്നെങ്കിൽ. ഇപ്പം അത് പിന്നെ ഒരു 40 വർഷം ആടിനെയൊക്കെ മേയിച്ച് അമ്മായിപ്പൻ്റെ കീഴിൽ നുറുക്കപ്പെട്ട് മോശ അതുപോലെ ബ്രോക്കണായി 0 ആയതുകൊണ്ടാണ് ദൈവത്തിന് പിന്നെ 80-ാമത്തെ വയസ്സിൽ വിളിക്കുമ്പോൾ ദൈവം ഈ സിമ്പിളായിട്ടുള്ള ഈ എന്താണ് പറയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ സ്ട്രക്ചർ പറയുമ്പോഴും മോശ സ്വന്തം ബുദ്ധിമുട്ടിലൊന്നും ചാരാതെ ദൈവം പറഞ്ഞതുപോലെ തന്നെ അതെല്ലാം എക്സാക്ട്ലി ആ മെഷർമെൻറ്റ് മാതിരി കുറച്ചുകൂടെ ഒരു അടിയും കൂടെ ഇങ്ങോട്ട് നീളം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് മോശ അങ്ങനെ ഒന്ന് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് എന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ അവിടെ എന്തുണ്ടാകത്തില്ലായിരുന്നു, ദൈവത്തിൻ്റെ തേജസ് ഒന്നും ഇറങ്ങത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ അവിടെ പുറപ്പാട് പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. പിന്നെ 32-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അക്കോർഡിംഗ് ടു ഓൾ ദാറ്റ് ലോർഡ് ഹാഡ് കമാൻഡഡ് മോസസ്. അതേ പ്രയോഗം തന്നെ വീണ്ടും 42-ാമത്തെ വാക്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും. 43-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബോറടിയായിട്ട് തോന്നും. യഹോവ കൽപ്പിച്ചതുപോലെ എല്ലാം യഹോവ കൽപ്പിച്ചതുപോലെ എന്നൊരു ഒരു ഹോൾ ബ്രാക്കറ്റ് ഇട്ട് എല്ലാം കൽപ്പിച്ചതുപോലെ ചെയ്തു എന്നൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് മഷി ലാഭിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ പേജ് ലാഭിക്കാമായിരുന്നല്ലോ നമുക്ക് തോന്നിയെന്നാൽ ദൈവം അത് വീണ്ടും എടുത്ത് പറയുവാണ്, മോശ അതുപോലെ ചെയ്തു. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും യേശു അങ്ങനെയാണ് ചെയ്തത്.
യേശു പിതാവ് പറഞ്ഞതുപോലെ തന്നെ പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിൽ പറയുന്നത് വള്ളിയോ പുള്ളിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ സഭയുടെ പണിയാവട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് കുളവാക്കാതെ, മറിച്ച് കർത്താവ് അവിടുത്തെ വചനത്തിൽ എന്ത് പറയുന്നു അതുപോലെ തന്നെ ഞാൻ കർത്താവ് അനുസരിക്കുന്നു. അവിടുത്തെ സഭ എങ്ങനെ ആയിരിക്കണം, അവിടുത്തെ അതിൻ്റെ പാറ്റേൺ എന്താണ്, അതിൽ ഓരോ കാര്യങ്ങൾ അവിടെ നിന്ന് എന്താ പറയുന്നത്, അതുപോലെ തന്നെ അങ്ങ് അനുസരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങത്തുള്ളൂ. കഴിഞ്ഞിട്ട് പിന്നെ 40-ാം അധ്യായത്തിലും വീണ്ടും 16-ാമത്തെ വാക്യത്തിൽ മോശ അങ്ങനെ ചെയ്ത് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ, പിന്നെയും 19-ാമത്തെ വാക്യത്തിൽ യഹോവ മോശ കൽപ്പിച്ചതുപോലെ തന്നെ, പിന്നെ 21-ാമത്തെ വാക്യത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ, 23-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നേ, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ, പിന്നെ 25-ാമത്തെ വാക്യത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, 25-ാമത്തെ വാക്യത്തിൽ, പിന്നെ 26-ാമത്തെ വാക്യത്തിലും, പിന്നെ 29-ാമത്തെ വാക്യത്തിലും, 32-ാമത്തെ വാക്യത്തിലും എല്ലാം അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നത്. 32-ാമത്തെ വാക്യത്തിൽ യഹോവ മോശ കൽപ്പിച്ചതുപോലെ തന്നെ, അത് കഴിഞ്ഞിട്ട് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ വരും. 33-ാമത്തെ വാക്യത്തിൽ അവൻ തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റും പ്രാകാരം നിർത്തി പ്രാകാരവാതിലിന്റെ മറശ്ശീല തൂക്കി, ഇങ്ങനെ മോശ പ്രവൃത്തി പൂർത്തിയാക്കി, ഫിനിഷ് ചെയ്തു. ഇപ്പം ശലോമൻ പ്രാർത്ഥന പൂർത്തിയാക്കി എന്ന് പറയുന്നതിൽ മോശ അങ്ങനെ പൂർത്തിയാക്കി. അപ്പം അപ്പോൾ 34-ാമത്തെ വാക്യം, എത്ര മനോഹരമായിട്ടുള്ളൊരു വാക്യം, നമ്മളുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് നിറവേറപ്പെടേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. എന്താ? അപ്പോൾ അങ്ങനെ എല്ലാം ദൈവവചനപ്രകാരം കർത്താവെ അവിടുത്തെ ഇഷ്ടം പോലെ, എൻ്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ടും വട്ടപൂജയായിട്ട് സമർപ്പിച്ച് ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് പരിപൂർണമായിട്ടും നാം കീഴടങ്ങുമ്പോൾ, അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. ക്ലൗഡ് കവേർഡ് ദ ടെന്റ് ഓഫ് മീറ്റിംഗ്, ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഫിൽ ദ ടാബർനാക്കിൾ. മേഘം സമാഗമന കൂടാരത്തിൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കിടക്കുവാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു 36-ാമത്തെ ദൈവത്തിൻ്റെ ആ ലീഡിങ്ങിനെ കുറിച്ച് 36 മുതൽ വായിക്കുന്ന, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണത്തിലും മേഘം തിരുനിവാസത്തിന്മേൽ ഉയരുമ്പോൾ യാത്ര പുറപ്പെടും, മേഘം ഉയരാതിരുന്നാൽ അത് ഉയരുന്നാൾ വരെയും അവർ യാത്ര പുറപ്പെടാതിരിക്കും. അതായത് ഈ ഗൂഗിൾ മാപ്പ് ലിങ്ക് കാണിക്കുന്നത് പോലെ നമ്മൾ ഓരോ സ്ഥലത്തോട്ടൊക്കെ അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിയണം, ഇവിടെ റെഡാണ്, അപ്പോൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത് പോലെ അവിടെ അവിടെ ആ ദൈവത്തിൻ്റെ മേഘസ്തംഭവും അഗ്നിസ്തംഭവുമായിട്ട് അത് ഉയരുന്നതിനനുസരിച്ച്, അത് ലീഡ് ചെയ്യുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്താണ് ഈ സ്വസ്ഥതയാകുന്ന കനാൻ്റെ ജീവിതം, സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് അങ്ങനെയുള്ളൊരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 38-ാമത്തെ ഭാഗത്തിൽ ഇസ്രായേലിയുടെ സകല പ്രയാണങ്ങളിൽ അവരെല്ലാവരും കാണിക്കുക, പകൽ സമയത്ത് തിരുനിവാസത്തിൽ യഹോവയുടെ മേഘവും മേഘസ്തംഭം, പില്ലർ ഓഫ് ക്ലൗഡ്, രാത്രി സമയത്ത് അതിൽ അഗ്നിസ്തംഭം, പില്ലർ ഓഫ് ഫയർ, പില്ലർ ഓഫ് ക്ലൗഡ്, അഗ്നിസ്തംഭവും മേഘസ്തംഭവും എന്നൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യം അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം അവിടെയും ദൈവത്തിൻ്റെ ആ ഒരു തേജസ് വന്ന് ആലയത്തിൽ നിറഞ്ഞതായിട്ട്, അപ്പം അവിടെ എല്ലാം ദൈവത്തിൻ്റെ ഒരു നന്മയുടെ പ്രദർശനമായിട്ട് നമ്മളിവിടെ കാണുമ്പോൾ, ഇന്ന് ഇവിടെ വെളിപാട് പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യത്തിൽ ഇവിടെ ദൈവം ന്യായം വിധിക്കാൻ പോവുകയാണ്. അതിനു മുമ്പാകെയും അവിടെ ദേവാലയം പുക കൊണ്ട് നിറഞ്ഞതായിട്ടും, തിരിച്ച് നമ്മൾ 15-8 വരുമ്പോൾ 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദേവാലയത്തിൽ കടക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അവിടെ ദൈവത്തിൻ്റെ കാർക്കശ്യത്തിൻ്റെ തീക്ഷ്ണതയുടെ ഒരു പ്രദർശനമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം നമ്മളിപ്പം അന്തിമജീവൻ പുസ്തകത്തിൽ വായിച്ചതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന അനേകർ അവർ വീണ്ടും ജനിക്കാത്തതിനാൽ നിത്യനരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത് നമ്മൾ നിത്യതയെ കാണുമ്പോൾ, നമ്മൾ സ്വർഗത്തിലിരിക്കുമ്പോൾ നമുക്കറിയാവുന്ന പലരും കർത്താവിനെ ചൂസ് ചെയ്യാത്തതുകൊണ്ട്, കർത്താവിലേക്ക് അവരുടെ ജീവിതം സമർപ്പിക്കാത്തതുകൊണ്ട്, അവർക്ക് യഥാർത്ഥത്തിൽ വീണ്ടും ജനം ഉണ്ടാകാത്തതുകൊണ്ടോ, വീണ്ടും ജനം ഉണ്ടായതിനു ശേഷം അവർ പിന്മാറി കർത്താവിനെ വിട്ടുകളഞ്ഞ് വിശ്വാസം ത്യാഗം ചെയ്ത് വീണുപോയതുകൊണ്ടോ ഒക്കെ നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരുമ്പോൾ, ദൈവത്തിന് അതെങ്ങനെ നമുക്കത് സ്വർഗത്തെ സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റും എന്ന് നമ്മൾ ജഡത്തിലായിരിക്കുമ്പോൾ നമുക്കതിന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നാൽ നമ്മളിതിൽ നിന്നല്ല ഈ പ്രതിരൂപമായിട്ടുള്ള പല ആലങ്കാരികമായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുമ്പം, അന്ന് നിത്യതയുടെ വെളിച്ചത്തിൽ സ്വർഗത്തിൻ്റെതായ ഒരു വീക്ഷണകോണിൽ കൂടെ കൂടുതൽ വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടുമ്പം, ദൈവത്തിൻ്റെ വീക്ഷണകോണിൽ കൂടെ നമ്മൾ കാണുമ്പം ദൈവം ആരെയും വെറുക്കുന്നില്ല. നരകത്തിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് അവരെ അങ്ങ് പറഞ്ഞയക്കുകയല്ല. ദൈവം കാൽവിനിസ്റ്റുകൾ പറയുന്ന പോലെ ദൈവം ചിലർ നരകത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുത്തോ മുൻനിയമിച്ചതോ ഒന്നുമില്ല. ദൈവം ആരെയും നരകത്തിലേക്ക് പോകാൻ ദൈവം ആരെയും മുൻനിയമിച്ചിട്ടില്ല. നമ്മളെ കർത്താവിൻ്റെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെടുവാൻ കർത്താവ് മുൻനിയമിച്ചു. അത് മുന്നറിഞ്ഞവരെയാണ് മുൻനിയമിച്ചതെന്നൊക്കെയാണ് റോമർ 8-29 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ നരകത്തിലേക്ക് പോകുന്നവർ അവർ സ്വയം തിരഞ്ഞെടുത്തതാണ്. അവരെ ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം മതി, ഞങ്ങളുടെ
സൃഷ്ടികളെ തന്നെ ഞങ്ങൾ ഭജിച്ചോളാം, ഞങ്ങൾക്ക് സ്രഷ്ടാവിനെ വേണ്ട എന്ന് അവർ പറഞ്ഞും പറയാതെയും അവരുടെ ജീവിതം കൊണ്ട് അവർ ആ വിശാലമായ വാതിലിലൂടെ വഴിയിലൂടെ അവരങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ എല്ലാ മുന്നറിയിപ്പുകളും ഇപ്പം ചില റോഡിലൂടെയൊക്കെ പോകുമ്പോൾ പല മുന്നറിയിപ്പുകൾ, വാർണിംഗ്, ആക്സിഡൻറ്റ് ഹെഡ്, സ്ലോ ഡൗൺ ദ സ്പീഡ് റേഞ്ച് ഇത്ര, ആ വാർണിങ്സ് എല്ലാം ഡേഞ്ചറസ് കർവ്, ഡേഞ്ചറസ് ഏരിയ, ഗോ വെരി സ്ലോ എന്നുള്ള എല്ലാ വാർണിങ്സ് എല്ലാം അവഗണിച്ച് ഫുൾ സ്പീഡിൽ ഒരു ലക്കും ലഗാനും ഇല്ലാതെ ചെന്ന് ആക്സിഡൻറ്റിലേക്ക് പെടുന്ന ഒരാൾ. അപ്പോൾ എല്ലാ മുന്നറിയിപ്പുകളും അവഗണിച്ച് അങ്ങനെ അനേകർ ഇന്നും എല്ലാ ദിവസവും എത്രയോ ആയിരങ്ങൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ദൈവം അതെന്താ തടയാത്തെ? ദൈവം സ്നേഹമല്ലേ. അപ്പം ദൈവം അത് അനുവദിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അങ്ങനെ ചൂസ് ചെയ്യുന്നു. ഓഫ് കോഴ്സ് ആ ഒരു ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റി, ഒരു പ്രായമാകുന്നതിന് മുമ്പുള്ള കുഞ്ഞുങ്ങളും അങ്ങനെയൊക്കെയുള്ളവർ അവരുടെ ദൈവം നീതിമാനായതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് പാപം ചെയ്യാത്ത ബുദ്ധിമാന്യമുള്ളവരായിട്ടുള്ളവരോ അല്ലെങ്കിൽ പ്രായത്തിൽ ആ ഒരു ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റി എത്രയാണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ നീതിയിലുള്ള ആ ഒരു പെർട്ടിക്കുലർ ഏജിന് താഴെയുള്ള കുഞ്ഞുങ്ങളുമൊക്കെ ഗർഭസ്ഥാവസത്തിന് മരിച്ചുപോയ ഭ്രൂണങ്ങളും കാര്യങ്ങളുമൊക്കെ അവരുടെയൊക്കെ ആത്മാക്കളൊക്കെ തീർച്ചയായിട്ടും അവിടെ സ്വർഗ്ഗത്തിൽ കാണുന്നില്ല. മനഃപൂർവ്വമായിട്ട് തങ്ങൾക്ക് ദൈവത്തെ വേണ്ട, ദൈവത്തിനെതിരായിട്ടുള്ള ആ വഴി തിരഞ്ഞെടുത്ത് അങ്ങനെ പോയിട്ടുള്ളവർ അവർ അന്ന് നിത്യനരകയാതനായിരിക്കുമ്പോൾ അവിടെ നമ്മളിപ്പം വായിച്ചതുപോലെ ദൈവം കൃപയും സത്യവും നിറഞ്ഞവനായിട്ടുള്ള ദൈവമെന്ന് നമ്മളിപ്പോൾ യോഹന്നാൻ 1:14 നമ്മൾ വായിച്ചു. അപ്പം കർത്താവിൻ്റെ അതേ മനോഭാവം നമ്മളിലും ആയിരിക്കുമ്പോൾ നമുക്കും ദൈവത്തിൻ്റെ സ്നേഹമാണ് നരകത്തിലേക്ക് പലരും പോകാൻ ദൈവം അനുവദിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അവർക്ക് സ്വർഗത്തിലിരിക്കാൻ അവർക്കും താല്പര്യമില്ല. എന്ന് വെച്ചാൽ അവർക്ക് സ്വർഗത്തിലിരുന്നാലും അവർക്ക് ദൈവത്തെ വേണ്ടാത്തവരാണ്. അപ്പോൾ അവർക്ക് സ്വർഗവും നരകതുല്യമായിട്ട് തോന്നുമായിരിക്കാം. അപ്പോൾ അവരുടെ വഴി തിരഞ്ഞെടുക്കുന്നു, ദൈവം അവരെ അങ്ങനെ അനുവദിക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ നിത്യതയുടെ വെളിച്ചത്തിൽ സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ അന്നായിരിക്കും നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ടാവുന്നതെന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധികളും ദൈവത്തിൻ്റെ നീതിയിൽ ഊന്നിയതാണെന്നുള്ളൊരു കാര്യം ദൈവം തന്നെ ഇപ്പം പല രീതിയിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ ദൈവം ഭൂമിയിൽ തന്നെ അനുവദിക്കുമ്പോഴൊക്കെയും അത് പലപ്പോഴും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ പ്രയാസമാണ്. പക്ഷെങ്കിലും ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ആശ്വാസത്തിൽ കർത്താവിൽ ചാരിക്കൊണ്ട് നമുക്കും കർത്താവിലുള്ളൊരു സ്വസ്ഥതയോടെ ആയിരിക്കാമല്ലോ. നമുക്ക് കർത്താവിനെ നോക്കി പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കാണിച്ച കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ ആ കരുണയെ ലൈസൻസായിട്ട് എടുക്കാതെ കർത്താവേ ആഴത്തിൽ മാനസാന്തരപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അങ്ങേ പ്രസാദിപ്പിക്കുന്നൊരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണം. കർത്താവേ, ഞങ്ങളുടെ സമയം തക്കത്തിൽ വിനിയോഗിക്കുവാൻ കർത്താവേ, അങ്ങ് എന്താണോ ഞങ്ങളെ കൊണ്ട് ഓരോ ദിവസവും ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലൂടെയും അങ്ങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഞങ്ങളിലൂടെ ചെയ്തെടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സമയം പാഴാക്കാതെ കർത്താവേ എല്ലാം അങ്ങേക്ക് എന്നവണ്ണം ചെയ്യുവാനും അങ്ങനെയുള്ള നിർമ്മല ഏകാഗ്രമായുള്ള ഭക്തിയിൽ കർത്താവെ തികയുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിച്ചാട്ടെ. അതെ കർത്താവെ, അവിടുത്തെ ആ തേജസ് ഞങ്ങളുടെ ജീവിതത്തിലും വന്ന് നിറയണം. മോശയുടെ സമാഗമന കൂടാരത്തിൽ നിറഞ്ഞെങ്കിൽ, ശലോമോൻ്റെ ആലയത്തിൽ നിറഞ്ഞെങ്കിൽ എത്രയധികം കർത്താവെ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സഭയിൽ അവിടുത്തെ തേജസ് ഒന്ന് നിറയേണ്ടതായിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളെ അതിനായിട്ട് മോശ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ എല്ലാം ചെയ്തതുപോലെ അവിടുത്തെ വചനത്തിലേക്ക് കർത്താവെ ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. അവിടുത്തെ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ആയിരിക്കട്ടെ കർത്താവെ. അങ്ങനെ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ തേജസ് കൊണ്ട് നിറയപ്പെട്ട് കർത്താവെ അങ്ങനെ ജീവിപ്പാൻ യേശു ഒരു സമാഗമന കൂടാരം എന്ന വണ്ണം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവിടുത്തെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായിട്ട് ഞങ്ങൾ കണ്ടുവെന്ന് യോഹന്നാൻ പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും യേശുവിൻ്റെ തേജസ് ആവസിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ കൃപയും സത്യവും നിറഞ്ഞ തേജസ്സായിട്ട് മറ്റുള്ളവർക്ക് കാണാൻ തക്കവണ്ണം സത്യത്തിൻ്റെ ആത്മാവിനാലും കൃപയുടെ ആത്മാവിനാലും, സത്യത്തിൻ്റെ ആത്മാവും കൃപയുടെ ആത്മാവാകുന്ന കൃപയുടെ ആത്മാവും സത്യത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനാൽ കർത്താവെ ഞങ്ങളെ നിറയ്ക്കണം, ഞങ്ങളെ സഹായിക്കണം. കർത്താവെ സഹായിക്കണം. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കിട്ടുന്ന ഓർത്ത് സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ കൃപാസനമായിട്ട് കർത്താവെ ആയിരിക്കുന്നവർക്ക് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് കൃപാസനമായിട്ട് പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് അവിടുന്ന് കർത്താവെ ആ പെട്ടകത്തെ മൂടുന്ന കൃപാസനമായിട്ട് ഞങ്ങളുടെ പാപപ്രായശ്ചിത്തമായിട്ട്
അവിടുന്ന് കർത്താവെ ആയിരിക്കുന്നത് ഓർത്ത്, അവിടുന്ന് യാഗമൃഗമായത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നന്ദി യേശുവിന്. ഞങ്ങൾ അങ്ങയിൽ ചാരുന്നു. ഇവിടെ സ്വന്തമായിട്ടൊന്നും ചാരുവാനില്ല കർത്താവെ, അങ്ങനെ ആശ്രയിക്കുന്നില്ല. അതിൽ അവിടുത്തെ പുന്നാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.